Hello guys, welcome to Campus Reaction. ஸோ இன்னும் பார்த்தீங்கன்னா ஒரு மலையாள மூவி பார்க்குறோம். ஸோ இன்னைக்கு வந்து ஒரு பிரத்யேக செலெக்ஷன். இந்த படம் கமெண்ட்ஸில் வந்து நிறைய பேர் கமெண்ட்டில் மென்ஷன் பண்ணிகிட்டே இருந்தாங்க. நான் கூட என்ன நினச்சேன், நம்மள தான் கலாய்க்கிறாங்கன்னு நினச்சேன். நம்ம தூங்காமல் பார்த்தா அது ஒரு படம் பேர்றா, இது மாதிரி தான் ஆயிடுச்சு. சாரி ப்ரோ, காமனாடி. ஓகே, ஸோ வந்து சுடானி ஃப்ரம் நைஜீரியா மாதிரி தான் ஆயிடுச்சு. ஓகே, ஸோ இன்னைக்கு நான் பார்க்குற மூவி என்ன பார்த்தீங்கன்னா சொன்ன மாதிரி உறும்புகள் உறங்காரில்லா, அதாவது ants don't sleep. ஆமாம், இவர் இல்லை தெரியலையே, சாட் ஜிபிடி தான் கேட்கணும். ஓகே, ஸோ இந்த படத்தை அடாப்ட் பண்ண பார்த்தா ஜிஜு அசோகன். இந்த படத்தை ரைட் பண்ணதும் ஜிஜு அசோகன் அவரே தான். ஸோ இந்த படத்தை கேஸ்டிங் தான் விடய் ஃபோர்ட், ரொம்ப நாள் வச்சுட்டு சொல்லி நாயகன், செம்பன் வினோத், சுதீர் கரமனா, இன்னசென்ட் ஜோகிஸ் இருக்காங்க. மியூசிக் பை கோபி சுந்தர். ஓகே, ஸோ இந்த பாலர் சொன்ன மாதிரி எறும்புகள் தூங்காது. இட்ஸ் மலையாள லாங்குவேஜ் காமெடி த்ரில்லரா, டிஃப்ரெண்ட்டான காம்போ இருக்குது. ஓகே, பிளாக் காமெடி தான் சொல்கிறாங்க மாதிரி இருக்குமோ. பொன்மேனா. ஸோ ஓகே, ஸோ இதை பற்றி கேஸ்டிங் ரொம்ப உறும்புகள் உறங்காரில்லா ரியாக்ஷன். ஐயோ, இது மாதிரி இந்த அலாவுதீன் மாதிரி உண்மையிலேயே ஆன்ஸ் தூங்காது போலடா. ஃபிஷ் தூங்குமாடா? ஃபிஷ்ஷு ஆனால் இமைகள் கிடையாது. அதுக்கு சாட் ஜிபிடியில் போட்டு பார்த்துக்கணும். ants ஜி பட் நாட் லைக் வீடியோ. ஓகே, ஷார்ட் நாப். അല്ലടാ, നീ ടാറ്റ നമ്പറിലെ എന്തേ ரொம்ப കുട്ടിയാക്കറല്ല ചെറുത് കിട്ടിയില്ല എന്റെ രാജ്യേ. അവിടെ ഈ സൈസ് ഉണ്ടായിരുന്നല്ലോ. അത് സാരല്ലടാ. ഡിഷീലെ നീ ചെന്നവർക്ക് ചായ ഉണ്ടാക്കി ആണോ? അപ്പൊ എന്നാ ഇതിൽ നിന്നെടുക്കും. കുട്ടികൾക്ക് ഉണ്ടാക്കിയതാ ഉണ്ണിയപ്പം. അപ്പൊ ഞാനെന്താ രണ്ടാം കൂടിയാ? ഇങ്ങോട്ട് താടി. മാധവേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ സംരംഭം? സംഗതി പ്രോഫിറ്റബിൾ അല്ലേ? വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെലവ് അങ്ങോട്ട് വിചാരിച്ചോടത്ത് നിക്കണില്ല ബാബുട്ട. അവരാകെ തരണത് ഒരു കുട്ടിക്ക് 500 റുപ്യ. കൂട്ടി നോക്കുമ്പോ ചെലവാ കൂടുതല്. അതെങ്ങനെയാ? സമൃദ്ധി ഫുഡല്ലേ. കാലത്ത് പാലും ഹോർലിക്സും, ഉച്ചക്ക് സദ്യ, ഇടനേരങ്ങളിൽ എള്ളുണ്ട, വട്ടയപ്പം, ഉണ്ണിയപ്പം. കഷ്ടമുണ്ട്. പിന്നെ എങ്ങനെ ചെലവ് കൂടാണ്ടിരിക്കുക? കുട്ടികളുടെ കാര്യല്ലേടാ. എന്റെ രാജി, ഒരു ബിസിനസ് നമ്മൾ കണക്ക് നോക്കിയിരിക്കണം. ഇല്ലേ കമ്പനി പൊളിയില്ലേ? എന്റെ മാധവ, ഇപ്പൊ ഞങ്ങളുടെ കാര്യം തന്നെ നോക്കി. ചെറിയ രീതിയിൽ തുടങ്ങിയ ചെറിയ ഇടപാടല്ലേ. ലക്ഷങ്ങൾ ടേൺ ഓവറുള്ള വൺ ഓഫ് ദി ടോപ്പ് മോസ്റ്റ് കമ്പനിയാണ് BNB കുറീസ്. കണക്കും കാര്യങ്ങളും കറക്റ്റാണ്. സംഗതി ഞങ്ങളുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സാ. നോ കമ്പനി നോ കോംപ്രമൈസ്. ബിസിനസ് അതല്ലേ ഞങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം, അല്ലടാ ബാലു? എന്നാ അപ്പൊ ഫീസ് കൂട്ടല്ലേ? രാഴ്ച ധൈര്യമായിട്ട് കൂട്ടിക്കോ. കാശ് കൂടുന്നതനുസരിച്ച് ഇപ്പൊ സ്ഥാപനത്തിന്റെ ഗ്രേഡ് കൂടുക. അതെപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഡേ കെയറിനൊക്കെ ഇപ്പൊ നല്ല ഡിമാൻഡാ. ധൈര്യമായിട്ട് കൂട്ടിക്കോ. அந்த டைம்ல ஸ்டார்ட் ஆனதுல இதெல்லாம். ஆமா, அந்த டைம்ல தான் ஆமா, அந்த டைம்ல தான் அந்த ஐடி பூம் ஆகுது. வேற வேலைக்கு എന്തേ മാധവേട്ടാ? കൂട്ടല്ലേ? അതാ പറഞ്ഞേ. എടി രാധേ, വിശറി കിട്ടിയില്ലേ നിനക്ക്? ഇവള് ഏത് അടുപ്പില് പോയിരിക്കുക? ഒരക്കട മൂട്. ദേ വന്നു. എടി, നീ ആ ഫോൺ ശരിക്കാണോ വെച്ചിരിക്കുന്നു നോക്കിയോ? നോക്കി മാധവേട്ടാ, അത് ശരിക്കും തന്നെയാ. കഞ്ഞി വിളമ്പി വെച്ചിട്ടുണ്ട്, വാ കഴിക്കാം. മാധവേട്ടന്റെ ഫേവറേറ്റ് കൂട്ടാനാ മുതിരപ്പുഴുക്ക്. ഇതെന്താ ഇവിടെ വെട്ടവും വിളിച്ചൊന്നില്ലേ? അതിനല്ലേ സാറിനെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ. ഓ ശരി മാഡം. എന്തുട്ട മാധവേട്ട കംപ്ലൈന്റ്? എടാ, അവൻ ഈ നേരം വരെയായിട്ടും ഈ കുടുംബത്തേക്ക് വിളിച്ചിട്ടില്ല. ഇന്ന് അവൻ ആ കൊച്ചിനെയും വിളിച്ചിട്ടില്ല. എന്തൊരു കഷ്ടാണെന്ന് നോക്കി. 4-5 ദിവസം എന്നെ വിളിച്ചിട്ട് 2 ദിവസമായിട്ട് വാട്സപ്പിലും കണ്ടില്ല.
എന്ത് ഷാപ്പെന്ന്? ഷാപ്പല്ല മാധവേട്ടാ, വാട്സാപ്പ്. അതും അപ്പതായത് കൊണ്ട് ഓ, എനിക്കിതൊന്നും അറിയില്ല. ഇനിയിപ്പൊ ഈ വയസ്സാവാൻ കാലത്താ ഓരോ ആപ്പ്. നീ ഒന്ന് വേഗം പോയി നോക്കി എന്റെ ബാബു. ഇവള് പോയി ആ ട്യൂബ് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്തതാ, അതോടെ എല്ലാം പോയി. ഷീലേ, നീ പോയൊരു തോട്ടിങ്ങടെ അടുത്തേ. എടി ഇരുമിന്റെ വേണ്ടട്ടാ. വെറുതെ അല്ല നീ സ്വിച്ച് ഇട്ടപ്പോ എല്ലാം അടിച്ചു പോയത്. ഹൈ വോൾട്ടേജ് അല്ലേ? ഈ വോൾട്ടേജ് താങ്ങാൻ പറ്റാത്തോണ്ടായിരിക്കും മൂപ്പരിട്ടിട്ട് പോയതല്ലേ. നമ്മൾ പാവങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോക്കോട്ടെ മാഷെ. സ്വന്തം എന്ന് പറയാൻ ഇങ്ങനൊരു വീടെങ്കിലും ഉണ്ടല്ലോ ഇപ്പൊ, അത് തന്നെ ഭാഗ്യം. ഞാൻ ചുമ്മാ പറഞ്ഞാടി, സോറി. നീ ചോദിച്ചു. ഈ പെൺകുട്ടികളുടെ മനസ്സും കുംഭമാസിലെ നിലാവ് ഒരുപോലാണെന്ന് പറയുന്നത് വെറുതെ അല്ലല്ലേ. ഇത് തന്നെ കെടു ഒഫാം കെടു ഒഫാം. ഒന്നല്ല അവിടെ വന്നപ്പോ ഇവിടെ പോയിട്ടാ. കരഞ്ഞേട്ടോ, ഇതിപ്പോ ശരിയാക്കിയ. ഇതിപ്പോ ഞാൻ എവിടെ മാധവേട്ടോ, ഇതിങ്ങനെ വെച്ചാലേ KCB-കാരെന്നെ പിടിച്ച് റോസ്റ്റ് ചെയ്യും. നാളെ ലൈൻമാനും കൊണ്ട് വരാ, എന്നിട്ട് ശരിയാക്കട്ടാ. അപ്പൊ പിന്നെ അത് മതി. അല്ല, KCB-കാരൊന്ന് ഈ ലൈൻ ശരിയാക്കിയ നമ്മുടെ ലൈൻ കട്ടാവില്ലേ? ഓ, അപ്പൊ വെറുതെ അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഈ ലൈൻ കട്ടാവണേ. മനസ്സിലായില്ലേ? ഒന്നുകൂടെ കുത്തി നോക്കിയാലേ. വേണ്ട, എനിക്ക് KCB-കാര് വഴക്ക് പറഞ്ഞു. നീ വിട്ടോ വിട്ടോ. കൂട്ടിന് ഓട്ടാറാ. രാധേജി, 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 പായസം അടുപ്പത്ത് വെക്കാൻ പോവാട്ടോ. ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇപ്പൊ ക്യാൻസൽ ചെയ്യാം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നീ എന്തായാലും പായസം ഉണ്ടാക്കിക്കൊടി ഷീലേ. കുട്ടികൾ വരാണ്ടിരിക്കില്ല. നല്ല മഞ്ഞായോണ്ടേ എണീക്കാൻ വൈകിണ്ടാവും. എനിക്ക് തോന്നുന്നത് നമ്മള് കാശ് കൂട്ടി ചോദിച്ചായിരുന്നേ, അവരെ ചിലപ്പോ നിർത്തിയിട്ടുണ്ടാവുന്ന. ഞാൻ അപ്പോഴേ ഇവളോട് പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. അല്ലേ, മാധവട്ടൻ എന്ത് പറഞ്ഞു? ഒലക്കയുടെ മൂടുക തന്നെ. ഇത് കണ്ടടി ഷീലേ, മാധവട്ടനും കൂടി സമ്മതിച്ചിട്ടില്ലേ നമ്മള് കാശിന്റെ കാര്യം അവരോട് പറഞ്ഞത്? നീ കേട്ടല്ലേ അത്? എന്നിട്ട് ഇപ്പൊ കാല് മാറണുണ്ടോ? പായസം വെക്കണോ വേണ്ട? അത് ഇവിടെ ചോദിക്കും. നീ വെച്ചടി, കുട്ടികൾ വരും ഉറപ്പാ. ഓ, മാധവൻ നായർ എന്ത് പറഞ്ഞാലും ഇനി നിങ്ങളുടെ ഡേ കെയറിലേക്ക് ഞങ്ങളുടെ കുട്ടികളെ വിടുന്ന പ്രശ്നമില്ല. ഫീസൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ ഞങ്ങൾക്ക് അതാണ് പ്രധാനം. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ അവരെ വേറൊരു ഡേ കെയറിലേക്ക് ചേർത്തു. ജോസ് വക്കീലിന്റെ ഭാര്യ നടത്തുന്ന ഡേ കെയർ. അവിടെ ആവുമ്പോ വീഡിയോ ഗെയിമും ടോയ്സും ഒക്കെ ഉണ്ട്. പിന്നെ റൗണ്ട് ദ ക്ലോക്ക് മെഡിക്കൽ കെയറിങ്ങും. മാധവൻ നായരുടെ വീട്ടിൽ വന്നതിന് ശേഷേ എന്റെ കുട്ടികൾ തെറി വരെ പറയാൻ തുടങ്ങി, അറിയോ? തെറിയോ? എന്റെ വീട്ടിൽ നിന്നോ? അതെ, തെറി തന്നെ. എന്താ കേൾക്കണോ? അവറ്റങ്ങടെ വായിന്ന് വീണ മുട്ടൻ തെറി. എന്താ പറയണേ? ഒലക്കയുടെ മൂട് അതന്നെ. ഇതങ്ങോട്ട് പോട്ടെ. രാധേജി, രാധേജി. എന്താടി? വിനോദേട്ടന്റെ ഫോണായിരുന്നു. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പോ വേണ്ട, നീ കാര്യം പറഞ്ഞാ മതി എന്ന് പറഞ്ഞു. നീ കാടും പടലും തല്ലാണ്ട് കാര്യം പറ. ഈ മാസം 18-ാം തീയതി വിനോദേട്ടൻ നാട്ടിലെത്തും. 15-ാം തീയതി വൈകുന്നേരം അവിടുന്ന് പോരും. ഈ മാസം 18-ാം തീയതി തന്നെയാണോ അവൻ പറഞ്ഞത്? അതോ നിനക്കെങ്ങാൻ തെറ്റുപറ്റിയതാണോ? അല്ല മാധവേട്ട, ഈ മാസം തന്നെ പറഞ്ഞേ. ഞാനെന്താ ഇവിടെ കള്ളം കുടിച്ചിരിക്കുക? എന്റെ കാരുകുളങ്ങര ദേവരെ, അടുത്ത ഉത്സവത്തിനൊരു നാണയപ്പറ. എന്താ പോരെ? എടി, നീ നേരം കളയാണ്ട് ദീപയെ വിളിച്ച് കാര്യം പറ. ഇതറിഞ്ഞാ അവിടെ ഇപ്പോഴേ ഉത്സവം തുടങ്ങും. செல்ஃபி வந்த டைமில் அதுதான் 1983 படம் சாங் மாதிரி இது. വിളിച്ചാ നീ എൻ്റെ കൂടെ വരുമോ? അതൊക്കെ വരാം, പക്ഷെ സ്ഥലം ഏതാന്ന് പറ. നീ പറ, ഏതായിരിക്കും സ്ഥലം? മലമ്പുഴ, ഊട്ടി, കാശ്മീരാണോ? ഒരിക്കലും അല്ല. എന്നാ ഞാൻ തോറ്റു. എനിക്ക് ഇങ്ങോട്ടൊന്നുമില്ല. ബാബുടും തന്നെ പറ. എടി, നല്ല തുമ്പിക്കൈ വണ്ണത്തിൽ മഴ പെയ്യുമ്പോൾ 2 ഭാഗത്തും സൈഡ് കർട്ടനൊക്കെ ഇട്ട് നിന്നെ ഒട്ടിച്ചേർന്നിരുന്ന ആ ഇളഞ്ചൂടും പറ്റി യാത്ര ചെയ്യുമ്പോൾ ഒരു ഓട്ടോറിക്ഷയുടെ ഇൻസൈഡാണ് ഈ ലോകത്തെ ഏറ്റവും റൊമാൻറ്റിക്. இந்த பொண்ணு வீடா? சாங்ல இது இந்த 15 to 20 அந்த சாங் தான் எல்லாமே நிறைய பேர் இருந்து சொல்ல முடியும். நிறைய லேடிக்குலாம் ஒரு மியூசிக் நம்ம ஒரிஜினல் இருக்கு. ജെക്സ് പുജാവ്. ഞാൻ എന്റെ പെണ്ണുവിന്റെ കുറിക്കമ്മയിൽ കുറി വെച്ച
എന്റെ കൊച്ചിന്റെ കല്യാണത്തിന് വേണ്ടി കരുതി വെച്ച കാശാ. വട്ടത്തിൽ ചോദിച്ചപ്പോ ആളുമില്ല കാശുമില്ല. അടുത്ത 18-ാം തീയതി അവളുടെ കല്യാണ. ஸ்ரீனிவாசனோட யங்கர் வர்ஷன் எல்லாருக்கும் பெரிய சாக்கு இருக்குன்னு நினைக்கிறேன். ரொம்ப சந்தோஷமா அது செம்மையா சூப்பர் டீல்ஸ் இருக்கு. என்னடா வீடியோல வாவே பாப்பா டே கேர் நினைக்கிறேன். நிறைய பேர் ஏமாத்திட்டார் போலியாச்சு. ஒன்ன பிசினஸ் பண்ணாரு ஏதோ சிட் ஃபண்ட்ல எல்லாரையும். ஓகே ஓகே. ஆஹா എന്താ ഇപ്പൊ കാലം തെറ്റിയൊരു മഴ? അയ്യോ, പേർക്കെടുത്ത് നോക്കിയാൽ മറന്നു. എന്താ കാര്യമായിട്ടിരുന്ന് ആലോചിക്കണേ? ഏയ് ഒന്നുമില്ല, വെറുതെ ദിവസം അടുക്കും തോറും സമയം ഒട്ടും അങ്ങോട്ട് നീങ്ങാത്ത പോലെ. ഒന്ന് വന്ന് അവനെ കണ്ടാ മതി. മാധവേട്ടന് ഓർമ്മയുണ്ടോ? കാലത്ത് അവനെ 7-ാം മാസമായിരിക്കുമ്പോ നട്ടപ്പാതിരക്ക് വയറ്റില് കുഞ്ഞിന്റെ അനക്കല്ലാണ്ട് നമ്മള് പേടിച്ചിട്ട് പേടിക്കില്ലേ? ഓർക്കണുണ്ടോന്ന്? അന്ന് നമ്മൾ രണ്ടാളും കൂടി നേർന്ന നേർച്ചകള് കഴിഞ്ഞ കൊല്ലം തേവരുടെ ഉത്സവത്തിനാ കൊടുത്തത്. വാവയുടെ നാള് പറഞ്ഞ് ഒരു നാവൂർപ്പ് അടിച്ചു. അവനൊരിക്കലും വലുതാവണ്ടായിരുന്നു അല്ലേ മാധവേട്ട? എന്നോ ഒരു കുട്ടിയായിരുന്നാ മതിയായിരുന്നു. എത്ര വലുതായാലും അവൻ നമ്മുടെ ഉണ്ണിയുണ്ട്. ரெண்டு பேரும் இறங்க போறாங்க வீட்டுல. ஷாக் கொடுக்க போறாருன்னு நினைக்கிறேன். கரமான தான் வினய் வினய் ചേട്ടോ ചേട്ടോ നല്ല ഉറക്കത്തിലല്ലേ? ടിക്കറ്റ് ടിക്കറ്റ് എവിടേക്കാ? വെളിയന്നൂര്. എവിടേക്കാണ്? വെളിയന്നൂര്. ചില്ലറ ഉണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. ആ തരാം. ടിക്കറ്റ് പതാ കണ്ടക്ടർക്ക് എടുക്കുന്നു. ഇവിടെ വേറെ ആരെങ്കിലും കയറിക്ക കയറിക്ക. ടിക്കറ്റ് ഇവിടെ ടിക്കറ്റ് എവിടേക്കാ? മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ്. ഇതിനോ പ്രശ്നം കൊണ്ട് വേണോ? ഇത് എടുക്കില്ലടാ. എൻ്റെ കയ്യിൽ പറയില്ല. നഷ്ടം. மாட்ட போறான்னு நினைக்கிறேன். വണ്ടി എടുത്ത് എന്താ എന്താ പ്രശ്നം അവിടെ? ഞാൻ ചത്തു തേച്ചോടാ നീ. നീ എവിടെ വരെ പോകും നോക്കിയായിരുന്നു ഞാൻ. എന്റെ ബാഗ് നേടാ. കുടുംബം അറിയാം. എന്നെ ചക്കര ഇവിടെ ചുമ്മാ കാപ്പാത്തി അമ്മാനും മരുമാനൊക്കെ മനുഷ്യന് സമയം கூட்டத்தில் அடிச்சு നിക്കണ അവിടെ. കാപ്പാത്തിരിക്കാ. നീ ഏത് കോറ്റാരത്തെ കള്ളനാടാ? എടാ പോത്തെ, ഇങ്ങനെയാണാ മോട്ടിക്ക. ഒരു സാധനം ആരെങ്കിലും അടിച്ചു മാറ്റുമ്പോ അടിച്ചു മാറ്റുന്ന കൈയും സൃഷ്ടിച്ച ദൈവവുമല്ലാണ്ട് എടുക്കുന്ന വസ്തു പോലും അറിയാൻ പാടില്ല. ഉടമസ്ഥ അറിയുന്ന അതാണ് കൈയടക്കം. ഇത് കണ്ട തുറന്ന
തുറന്നു ആയില്ലേ, റിട്ടയർ ആവാന്ന് വെച്ചു. ഇപ്പൊ മരുമോന്റെ അച്ചപ്പൻ ബിസിനസ്സിൽ അവന്റെ ഒരു ഹെൽപ്പ് ലഗേജ് ട്രാൻസ്ഫർ പண்றோம். താല്പര്യമുണ്ടെങ്കിൽ നിന്നെ ഞാൻ പറ്റിയൊരു ഗുരുവിലെടുത്താക്കാം. എന്റെ ശിഷ്യന്മാരെ വെച്ച് ഏറ്റവും എടുക്കണ പണി പഠിക്കാൻ അവന്റെ അടുത്ത് തന്നെയാ. ബെന്നിയേ ஏமன்ல இந்த மாதிரி ஒரு சரக்கடை இருக்குங்களா? ஏமன்ல ബെന്നി ആർട്ട് ഓഫ് മോനെ ബെന്നി ஸ்டீலிங் കത്തിത്തര ഓടുന്നു. ബെന്നി ടാ, മോനെ ബെന്നി എടാ, മോനെ ബെന്നി എനിക്കടാ மழை பெய்யுது. അതുപോലെ കോർക്ക് എന്തെങ്കിലും വെക്കടി. റോസിയാ. ടാ, എഴുതാ. ബെന്നി എനിക്കാ നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇട്ട് വെക്ക് നീ. ആശാനോ ചെറുതായിട്ട് ആശാനം തോന്നും മുന്നറിയിപ്പില്ലാണ്ട്. നീ ആകെ ക്ഷീണിച്ചല്ലേ, ഇരിക്ക് പറയാം. അതും വേണ്ട ആശാൻ. ആശാൻ അറിയാലോ, കുറെ എണ്ണത്തിന് കൂടരുത് നല്ല അസല് പണി കിട്ടി. നമ്മളെ ഒറ്റയ്ക്കാകുമ്പോ സീൻ ടടാഷ്ടായാലും ഉമ്മക്കാ മുങ്ങാം. ഇതാവുമ്പോ ഞാൻ ഇനിയും കൂടി ആ പൂളം വേറെ എവിടെയെങ്കിലും പോയി നീന്തിക്കോട്ടെ ആശാൻ. ആശാൻ അത് വിട്ട്. പിന്നെ ആശാൻ പറയാറുള്ള പോലെ കളവെന്ന് പറയുന്നത് ഒരു ക്രിയേഷൻ അല്ല, അതെപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് അതിൻ്റെ ഒരു സുഖം. ഒക്കെ ശരി തന്നെ, പക്ഷേ നീ കുറച്ചു ദിവസം നിർത്തി നോക്കും മോനെ. പറ്റില്ലെങ്കിൽ ഒഴിവാക്കാമല്ലോ. ഇല്ലെങ്കിൽ വല്ല അപകടത്തിലും പോയി ചാടും. ആരെങ്കിലും അവനെ നാശാക്കും. വെറുതെ നല്ലൊരു ചെറുപ്പക്കാരനെ പാഴാക്കണം. കുറച്ചു ദിവസം നിർത്തണം മോനെ. ഇനിയിപ്പൊ ഞാനെന്ത് പറയാനാ, ഞാൻ പെട്ടില്ലേ. ആശാൻ വാ. എന്തുട്ടാ നിന്റെ പേര്? മനോജ്. എന്തുട്ട്? മനോജ്. എന്തോരം പഠിച്ചു നീ? പ്രീ ഡിഗ്രി. കോൺസ്റ്റന്റ് ഫെയിൽഡോ? എടാ ജയിച്ചാ തോറ്റോന്ന്. തോറ്റു. അപ്പൊ സ്പൂഡായല്ലേ, നന്നായി. എവിടെ നിന്റെ വീട്? ഇരിങ്ങാലക്കുട. ഓ വിചാരിച്ചോളൂ, വല്ല പാരമ്പര്യം ഉണ്ട് നിനക്ക്. നിന്റെ കാരണന്മാരുടെ ആരെങ്കിലും ഫീൽഡിലുണ്ടായിരുന്നു? പിന്നെ ആരമ്മനെ ഐഡിയാണ് നീ ഇരുന്നുള്ളൂ. നീ കക്കാന്ന് ടീച്ചറോളം നിന്റെ പേര്. ഇതൊന്നും ശരിയാവില്ല ടാച്ചാ. ഇഞ്ചമ്പുളി കേസാണ്, കണ്ടാ തന്നെ ഒരു കള്ളലക്ഷണാണ്. നീ അങ്ങനെ പറയല്ലേ. നീ എനിക്ക് വേണമെങ്കിൽ ഇതൊന്നും ഞാൻ അവന് വാക്ക് കൊടുത്തു പോയി. അതാ ദേ ആശാനെ, ആശാൻ ഒരു ഒറ്റ ആളെ പറഞ്ഞോണ്ട് മാത്രം എനിക്ക് അവനെ തീരെ പിടിച്ചിട്ടില്ലട്ടാ. അവസാനം ടടാസ്റ്റ് കേസാവും, അത് ഉറപ്പത്. എനിക്കറിയാം നീ എന്റെ വാക്ക് തട്ടില്ലാന്ന്. നീ ഗുരുത്തോളനാടാ. ഞാനന്ന് ഇറങ്ങാ. നേരം വൈകിയ മരുമോനോട് ആദ്യം കെട്ടിയുള്ള തന്തപ്പടിയാണെങ്കിലും ഞാനൊരു പഴയ കള്ളനല്ലേടാ. ആശാനെ പോലെട്ടാ. ഈ ചാടിക്കടിക്കലേ ഉള്ളൂ. ആളൊരു തനി ശുദ്ധനാ. ആ മനഃശുദ്ധി അറിഞ്ഞിട്ടാ. ഓ ഇതൊക്കെ എന്തിനാടാ? മോഷണം എന്ന ഈ അറിവിലേക്കുള്ള വഴി അത്ര നിസ്സാരമായി കരുതണ്ട. വളരെ ഗൗരവമുള്ളതും അപകടം പിടിച്ചതുമാണ്. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹമുണ്ടെങ്കിൽ അത് മറക്കാൻ. தண்ணி இப்படி ஓடுது, ஆனா செடி இப்படி போகுது. அது கேமரா நம்ம சொல்ற கடல்ல போடும்போது பொருள் போயின்னு இருக்கும், ஆனால் அலர் ஃப்ரெண்டில் இருக்கும். ஓ தீவ்ஸ், அதான் தீவ்ஸ். இரும்பு திரும்பி போவாங்க. சக்கரெல்லாம் வந்து ഇതിന് വല്ല റിംഗ് ടോൺ എങ്ങാനാണോ? ഏയ് അല്ലല്ലേ. ഏയ് ഇത് ശരിക്കും ചുമ തന്നെയാണ്. ഉറുമ്പുകള് ഇവറ്റോട് ഉറക്കൂല. അതറിഞ്ഞൂടെ, ഉറുമ്പുകൾ ഉറങ്ങാറില്ല ഏട്ടാ. സത്യം. ഈ ലോകത്ത് ഉറങ്ങാത്ത ഒരേ ഒരു ജീവികളാണ് ഉറുമ്പുകള്. അപ്പൊ നമ്മള് ഒരേ വർക്കണല്ലേ. സോറിട്ടൊക്കെ പക്ഷെ ഉറങ്ങാനും ഉറങ്ങിയില്ലെങ്കിലും ഉറുമ്പ് തന്നെയാണ് മനുഷ്യനേക്കാൾ വലുത്. അതെന്താ ഏട്ടാ? ഇപ്പൊ ഉറുമ്പ് വിചാരിച്ചാ നമ്മുടെ കുണ്ടിമ കടിക്കും. നമ്മൾ പഠിച്ച പണി 18 നോക്കിയാലും ഉറുമ്പിനെ കൊണ്ട് മേടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഉറുമ്പ് തന്നെയാണ്. നല്ല ടടാസ്റ്റ് മരുമോള്. അച്ഛന് വയ്യാണ്ടല്ലേ? കല്യാണം കഴിഞ്ഞ് 3-ന്റെ അന്നേ ഇറച്ചിക്കൂട്ടാനില് കായിട്ടില്ല എന്ന് പറഞ്ഞ തവിയോണ്ട് ഒരക്കല്ല വേണ്ടത്, കിടന്ന് എഴയണം.
അതൊക്കെ എന്ന് കഴിഞ്ഞ யார் കാര്യങ്ങളായിരുന്നു தெரியுதா അതിനെ തണ്ണി വരാது എന്റെ നടു വൈ ഫാസ്റ്റ് ഹാവൂ ഇവര് കടി പോലും ചവിട്ടൊരെണ്ണം കിട്ടിയാൽ എന്നാ ആ മൂത്രത്തടസ്സം അങ്ങോട്ട് മാറി എന്ത് லெசன் லேர்ன் பண்றது என்ன ஒரு சுகமா அது இல்ல கண்ணுக்கு അയ്യോ എന്റെ അമ്മോ ഷുഗർ ഉണ്ട് കേട്ടാ ഉറപ്പാ അല്ലല്ല ഞാൻ ടാ, നാവാട്ടം മതിയാക്കടാ. നീ സച്ചിനെ ഗോളടിക്കാൻ പഠിപ്പിക്ക ചെക്ക. ஏதோ சொல்லுவாங்க. உள்ள போயிருக்காரு ஒரு லைக் അവിടെ ഭാര്യയും ഭർത്താവിനെ കുറിച്ച് ആദ്യം റിയാലിറ്റി ഷോ നടന്നുകൊണ്ടിരിക്കുക. ഈ നേരമായിട്ട് അവിടെ എലിമിനേഷൻ ഉണ്ടായിരുന്നു. വൃത്തി കേട്ടോ. കുറച്ചേരം അവിടെ നിന്നിരുന്നെങ്കിൽ ബാക്കിയുള്ള ഡേഞ്ചറസ് ഉള്ള നീ വന്നേ, നമുക്ക് അടുത്ത റൂട്ട് നോക്കാം. ബാ നീ ഇവിടെ നിന്നോ. വാടാ. വീടാണ്. இவங்க தான் ரூபியா ആശാമണ് നേപ്പിച്ചിട്ട് പോയത് അപ്രന്റീസായിട്ട്. നീ ആ ബെഞ്ച് വേണമെന്നോടാ. எதுக்குறா இங்கே போறாங்கடா സ്പൈഡർമാൻ നട്ടപ്പാതിരക്കൊരു പൊട്ട സ്വപ്നം കണ്ട് എഴുന്നേറ്റതാ. പിന്നെ കണ്ണിന്റെ പോള പൂട്ടിയിട്ടില്ല മനുഷ്യൻ. എന്തൊരു സ്വപ്നം അടിക്കണ്ടേ സർട്ടിഫിക്കറ്റാ. ഈ പണിക്കിറങ്ങിയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാ മേനക്കേട് കൂടി പോലും കിട്ടിയില്ല. ഉണ്ടമ്പൊരി ഉറക്കമുള്ളത് വെറുതെ ആയി. നീട് വന്നിട്ട് ദിവസം ഇതെങ്കിലും നടക്കട്ടെ. കാണിക്കണേ പിള്ളേര് എണീക്കുന്നേ. എന്തിനടക്ക അറിയണേ? എന്തിനൊക്കെ അറിയണേന്ന് അപ്പച്ച അമ്മച്ചിന് കണ്ണില് കരട് എടുത്തതല്ലേ? ഇങ്ങോട്ട് നോക്കി അപ്പച്ചനെ മറ്റേ ബുക്ക് പൊട്ടിക്കാനായിട്ട് ചോട്ടാവിന്റെ പടം മേടിച്ചുതരാം. ഒന്നും മിണ്ടായിരുന്നടാ. പൊടിമീന്റെ ഒരു പടം കണ്ടാ മതി, രണ്ടിടം കഴി ചോറുണ്ടോ. ഈ പോലീസുകാരെ കൊണ്ടും ചൊല്ലറുകാരെ കൊണ്ടും ഒരു രക്ഷയില്ലട്ടാ. 916 ഉരുപ്പിടിയാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഫ്രാൻസിന്റെ കടയിൽ കൊണ്ടു കൊടുത്തു. അങ്ങേരെ ഒരു തട്ടിക്കിലും ഗുണനോ അരണോ കഴിഞ്ഞിട്ട് ആ കിട്ടിയത് മുതലിന്റെ 4-1 ആനപ്പിണ്ടം. പണിയെടുത്താലും മനുഷ്യൻ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. സ്വർണത്തിന്റെ വിലയാണെങ്കിൽ ഇനിയും കീഴ്പോട്ട് വന്നാണ് കേൾക്കണേ. ആലോചിച്ചിട്ട് എത്തുമ്പോ അതെടുക്കല്ലേ ജോസുവനെ, നിനക്ക് ഒരെണ്ണം അമ്മച്ചി തന്നല്ലേ, അത് അപ്പച്ചന് കഴിക്കണ്ടേ. ഒന്നാമത് പൊട്ടയെന്ന് അപ്പ കഫക്കെട്ട ചക്കന്. അവൻ കഴിക്കട്ടെ. ഓമി മരുന്ന് കൊടുക്കണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? അതില്ലേ അപ്പച്ച, ജോസുണ്ടല്ലോ കഴിഞ്ഞ ദിവസം അവന്റെ ഒപ്പം പഠിക്കുന്ന ഒരു കുട്ടിയുടെ കളർ പെൻസിൽ ഇട്ട് കൊടുത്തു. അവന്റെ അടുത്തിരുന്ന ശ്യാംപ്രസാദ് എന്നോട് പറഞ്ഞത്. പിന്നെ ചെവി ഞാൻ പൊന്നാക്കും. അപ്പച്ചന്റെ മോനെ എന്താവശ്യമുണ്ടെങ്കിലും അപ്പച്ചൻ വാങ്ങിച്ചു തരില്ലേ? പിന്നെന്താ, വേറെ ആരെയും ചോദിക്കാണ്ട് ഒന്നും എടുക്കാൻ പാടില്ല. ദൈവം ശിക്ഷിക്കും. കൂർക്ക കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. സമാധാനായി ഇപ്പൊ. ആരെങ്കിലും വന്നാ ചുമക്കാനെങ്കിലും ഒരാളായല്ലോ. 2 ദിവസം കൂടി നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം കൂടെ കൂട്ടണം വേണ്ടത്. എവിടുന്നെങ്കിലും ഒരു 10-24 ഇഞ്ചിന്റെ TV കിട്ടും നോക്കിക്കോളൂട്ടാ. സിൽവേച്ചിയുടെ പെരപാർക്കലായെന്ന് കേട്ടു. മോളിയന്റിന്റെ മോളുടെ കല്യാണം ഉറച്ചിട്ടുണ്ട്. ഇനി അതിനും വേണം ഒരു പവൻ. അതിന് പിന്നെ സാവകാശം ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് വേറെ വല്ലതും ഉണ്ടോ? യോ, അത് പറഞ്ഞപ്പോഴൊരു കാര്യം ആലോചിച്ചേ. ജാൻസി കുറച്ചു ദിവസം നിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോ വൈകുന്നേരത്തോടെ തന്നെ തനും മതി. അരി സാധനങ്ങളൊക്കെ കഴിയാറായിട്ടാ. അവിടെ എത്ര ദിവസം ഉണ്ടാവൂടി? എന്തായാലും 1-2 ആഴ്ച കാണും. പറ്റുപ്പൊരു വാടായിട്ടാ. നീ ഇങ്ങനെ നോളിച്ചോണ്ടിരിക്കാണ്ട് എന്തെങ്കിലും ഒരു നല്ല പണി കിട്ടാൻ പ്രാർത്ഥിക്കണേ. ഉണ്ടമ്പൊരി. എന്റെ മാതാവേ കാത്തോളണേ.
சக்கரை போட்டுக்கிறாங்க அங்க இரும்பு வரணும். இதெல்லாம் காட்டும் போது ஒரு இன்ஃபில்ட்ரேட் பண்றாரு பொழுதுடா உள்ள போற எறும்பு வந்து நைட் டைம்ல வெளியே வரும். நைட் டைம்ல வெளியே ஒய்ஃப் வேற நகை கேட்டுக்கிறாங்க, டிவி வேற கேட்டுக்கிறாங்க. இங்கே வந்து கதை வருவோம், ஸ்ட்ரைட்டாக போய் லெஃப்ட் போங்க, என்ன இருக்கு பாருங்க. நீயே சொல்லு. இல்லை ப்ரோ, நானும் வந்து கிட்ட சொல்லுங்க. ஒரு 500 விட்டு எங்கே வச்சு தொலைஞ்சி கூட சில இதெல்லாம் இருக்குது கண்டுபிடிச்சிக்கிட்டு மாட்ட போறாருன்னு நினைக்கிறேன். ஐயோ அவ்வளோ உருவம். പാവനല്ല കുത്തി നീ, എന്റെ പള്ളക്കട കുത്തി നീ. സ്കൂട്ടായിക്കുന്നു ഇന്നലെ സ്കൂട്ടായിക്കുന്നു ഇല്ലെങ്കിലേ എന്റെ റോസിന് വാലായ്മ സാരി. ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്തു? നീ നീ എന്തോട്ടാ കളിച്ചോണ്ടിരിക്കണ? നീ മനുഷ്യവിടെ ടറാഷ്ടാനാ. என்ன எடுத்தாரு? ஒன்றும் எடுக்கல. ട്രെയിനിങ് തീർന്നോട്ടെ. கது நல்லா தந்தார் அப்போதான். നീയേ ഇത് പിടിച്ചിട്ടേ അവിടെ പോയിരുന്നു. ഞാനേ പോയിട്ട് വരാന്നാ. തൂറിട്ട് വരാതെ എവിടെ പോയിരുന്നാണ് നീ? പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാൻ அவங்க 2 பேரா கிட்ட சவரன் நகை இருக்கும்னு நீ சைக்கிளில் வந்து இவ்வளோ பெரிய சான்ஸ். மாஸ்டர் சொன்னது ஞாபகம் இருக்குது. பாபோ அவர் விட்டு போயிடலாம்னு வச்சுக்கிறாரு போல. அதான் மாஸ்டர் சொன்னது ஞாபகம் இருக்குது. இது கூட இருக்கு എറുമ്പ്. മലങ്കോള് മലങ്കോളെന്ന് കേട്ടണെങ്കിലും ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ഇത് പിടിച്ചടാ. വയററിയാണ്ട് ഓർന്ന് വലിച്ചു വരുന്നുണ്ട്. കാലത്ത് നോക്കാനിക്കായിരിക്കാ നീ. ആ മീൻകൂട്ടാൻ മുഴുവൻ തീർത്താണല്ലോ, എനിക്കറിയാതെ. ഇത് മീൻകൂട്ടാന്റെ അല്ല, കുറച്ചു ദിവസം മുമ്പേ രണ്ടുപേരും കൂടി കട്ടുന്നതിന്റെയാ. ആണോടി? പിന്നല്ലാതെ. ചേട്ടാ, ചെലവിയാണ്ട് ഇവിടുന്ന് മുങ്ങിക്കളാന്ന് വിചാരിക്കണ്ടാട്ടാ. നീ തിരുമടി ഇതൊക്കെ നോക്കാം. ഞാൻ പോയിക്കോട്ടെ. നീ ആരും ഞാൻ വല്ല കഴിക്കാൻ നോക്കടാ. ഇന്നലത്തെ പഴങ്കഞ്ഞിയും പിന്നെ ഞാൻ മീൻ കൂട്ടാനൊക്കെ കാണും. നീ എവിടേക്കും പോകണ്ടടാ, എൻ്റെ കൂടെ വന്നു. നിന്നെ ഞാൻ നല്ല ഒന്നാന്തരം കള്ളനാക്കി കഴിത്തരാം. ഭയങ്കര രഹസ്യായിട്ട് നിനക്ക്. പുതിയ ശിഷ്യനെ കാണുമ്പോ ഡാൻസിക്കൊരിളക്കുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ട്യൂഷൻ മാസ്റ്റർക്ക് ലവ് ലെറ്റർ കൊടുത്ത മുതലല്ലേ ഇളക്കം ഉണ്ടാവും. ദാസൻ മീനൊന്നും കൊണ്ടുവന്നില്ല. ഇന്നോ വന്നില്ലെന്നേ. അവനതുകൊണ്ട് വന്നിരുന്നെങ്കിൽ 1.5 കിലോ മേടിച്ച് വറുത്ത് പൊരിച്ചങ്ങോട്ട് തിന്നായിരുന്നല്ലേ. പിന്നല്ലാണ്ട്. ആ പുത്തിരി പറിച്ച മാമേ കഞ്ഞി കുടിച്ചാ? അതിന് പണത്തോളം വിശപ്പില്ല മോനെ. അതല്ലാണ്ട് ഒരു അരി ഭക്ഷണം ഇല്ല മോനെ. ഡാ മോനെ ബെന്നിയെ, ഒരു 100 ഉറുപ്പ്യ ഉണ്ടാവോ അമ്മാമ്മക്ക് തരാൻ? ഓല മെടഞ്ഞാല് കാശ് കിട്ടുമ്പോ തിരിച്ചു തരാം. റോസിയെ ഒരു 200 എടുത്ത് അമ്മാമ്മക്ക് കൊടുക്കും. മോനെ ബെന്നി, നീ വല്ലതും അറിഞ്ഞോ ഇവിടുത്തെ കാര്യങ്ങള്? സുമതിയുടെ ആങ്ങള ചെക്കല്ലേ, ആ പേർഷ്യനുള്ളോ? അവന്റെ ഭാര്യ ഒരു നസ്രാണി ചെക്കന്റെ കൂടെ ഒളിച്ചോടി പോയി. ഉണ്ടായിരുന്ന പൊന്നും പണ്ടൊക്കെ അവള് കൊണ്ടുപോയി. നിനക്കൊന്നും അവിടെ കേറായിരുന്നില്ലടാ. அதுக்குதான் 100 ரூபாய்க்கு போல. നിന്നോടത്ത് നനങ്ങാട്ടി ഒരു അടി നടക്കാൻ വയ്യ. മോളെ എന്നാ ഞാൻ പോട്ടെ. മോൻ പോട്ടെട്ടോ.
ഇങ്ങനെ പോണവർക്കും വരുന്നവർക്കും ഒക്കെ വാരിക്കോരി കൊടുത്തിട്ടാ ഇപ്പോഴും ഈ ഓടി വീട്ടിൽ തന്നെ കിടക്കണത്. ആ ഇട്ടിത്തറയിലെ ശങ്കുരിക്കളനെ ടൗണിലെ കണ്ണായ സ്ഥലത്ത് ആ പൊന്നും വില കൊടുത്ത് ഭൂമി വാങ്ങിയത്. ഇത് വല്ലതും അറിയണണ്ടാ? നീയേ ഒരു കാര്യം ചെയ്യും ആ ശങ്കുരുകളം എന്താ എടി ആശാൻ എപ്പോഴും പറയും പണം ഇന്ന് വരും നാളെ പോകും, പയക്കരുത്. എടി നല്ലൊരു കള്ളെന്ന് വെച്ചാ നല്ലൊരു കമ്മ്യൂണിസ്റ്റാ. ഉള്ളവന്റെ കയ്യിൽ നിന്നെടുത്ത് ഇല്ലാത്തവന് കൊടുക്കണ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. കൂട്ടി വെച്ച കള മുതൽ വാഴിലെ റോസ് ചെല്ലു. അതെ, ആൾതാമസില്ലാത്ത പറമ്പുകളിലെ വാക്കല്ലില്ലാത്ത കിണറുണ്ടാവും, സൂക്ഷിക്കണം കേട്ടാ. പിന്നെ പട്ടികളില്ലാത്ത വീട് നോക്കി കയറിയാ മതി. എനിക്കങ്ങനെ വലിയ അതിമോഹമൊന്നും ഇല്ലേ. ഞാനും എന്റെ കുട്ടികളും ഉള്ളോണ്ട് ഒതുങ്ങി ജീവിച്ചോളാം. നിന്റെ ചേട്ടൻ വലിയ മറവിക്കാരനാ. ഈ ടോർച്ച് അവിടെ ഇവിടെ മറന്നു വെക്കണ്ടാട്ടാ. ദേ മതിലേ കയറുമ്പോ കുപ്പിച്ചിലുണ്ടാവും, സൂക്ഷിക്കണം. നീയൊന്നും ധൈര്യമായിട്ടിരിക്കണ്ട റോസ്ലി. ചത്ത് തലയ്ക്കോളാണ് കാരണന്മാരെ നമുക്ക് കാവൽ. നീയേ വെറുതെ ആലോചിച്ച് ഉറക്കൊളക്കാണ്ട് പോയി കിടന്നേ. നല്ല മഞ്ഞുണ്ട്. അതെ നീ 2 ആഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. ഞാനെന്തായാലും കുറച്ച് ദിവസം കഴിയും വരാനായിട്ട്. പണ്ടത്തെ പോലെ അല്ലോ, പുതിയൊരാൾ കൂടി വരാൻ പോവല്ലേ, കുറച്ച് കരുതലൊക്കെ വേണ്ടേ നീ. പിന്നെ ഇവിടെ ഒരാളിപ്പോ പണിയും പഠിപ്പിക്കണല്ലോ. പാടാ ശരി. നല്ല ടഡാസ്റ്റ് മഞ്ഞ. ഡാ പണ്ടൊക്കെ എന്ന് വെച്ചാ ഓരോ ദേശത്തിനും സ്വന്തമായിട്ടൊരു കള്ളൻ്റെ, ദേശത്തെ കള്ളൻ. പുറത്തുനിന്നൊരു കള്ളനും പിന്നെ നാട്ടിലൊന്നും കക്കാൻ പാടില്ലെന്നാണ് നിയമം. എന്റെ അപ്പന്റെ അപ്പാപ്പനായിരുന്നു ഞങ്ങളുടെ ദേശത്തെ കള്ളൻ. എടാ നിസ്സാര പാരമ്പര്യം വിചാരിച്ച 500 കിഴി സ്വർണ്ണം പരിസര ബോധമില്ലാണ്ട് കിടന്നുറങ്ങണ നല്ല വരിക്കച്ചക്ക പോലത്തെ പെമ്പില്ലേ. ഇംഗ്ലീഷ് പടത്തിന് വെട്ടണ നല്ല ടഡാസ്റ്റ് ബെഡ്റൂം സീനുകൾ. പിന്നെ സീനടിക്കാൻ വന്ന ചൊറി ഡാക്കള്. പാതിരാത്രി നടക്കുമ്പോ ഈ ജാതി പല കാഴ്ചകളും നമ്മുടെ കണ്ണിൽ പെടും. എന്ത് കണ്ടാലും കൺട്രോള് പോകും. നല്ലൊരു ഡോക്ടറെ പോലെ ആയിരിക്കണം നല്ലൊരു കള്ളൻ. എത്ര ഇടിവെട്ട് സുന്ദരിയാണെങ്കിലും നമ്മുടെ കൺട്രോള് പോകാൻ പാടില്ല. തൊഴിൽ സത്യമുള്ള അതിൽ കള്ളത്തരം പാടില്ല. മരുന്ന് കഴിച്ചിട്ട് കുറച്ച് നാളായല്ലേ ഇല്ലേ? ലാൻഡിങ് സിറ്റിയിൽ ഒരു விசில் போடுறதுனா പട്ടിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന മീൻതല അവിടെ അടുത്ത് കൂട്ടാൻ വെച്ചെന്ന് തോന്നുന്നു. ഞാനൊരു ടഡാസ്റ്റ് പ്രയോഗം നടത്താൻ പോവാ. ഏറ്റില്ലെങ്കിൽ നീ ഓടി രക്ഷപ്പെട്ടു. ചില ഊച്ചാലി ചട്ടങ്ങളെ പോലെ തന്നെയാണ് ചില പട്ടികളും. കണ്ടത് ഇപ്പൊ നമ്മളെ കടിച്ചു തിന്നു. പക്ഷെ അതേ പേടി തന്നെയായിരിക്കും പട്ടിയുടെ മനസ്സിൽ. ആദ്യം ആരറ്റാക്ക് ചെയ്താലും ഓപ്പോസിറ്റ് പാർട്ടി ഓടും, അത് ഉറപ്പാ. ഇതെങ്ങനെ പിന്നീട് നമുക്ക് മനസ്സിലാവുക? എടാ അതിന് പട്ടികളുടെ സൈക്കോളജി ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം, നീ പോ. പക്ഷെ ഈ ഐഡിയ എപ്പോഴും വർക്കൗട്ട് ആവണമെന്നില്ല. മനുഷ്യന്റെ സൈക്കോളജി അറിയാവുന്ന ചില വൃത്തികെട്ട പട്ടികളും ഉണ്ടാവും, അവിടെ പെടും. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ജെട്ടിയിടണം. ടഡാസ്റ്റാവും മോനെ. പൂച്ചയുടെ നടത്തം, ചെലന്തിയുടെ കാത്തിരിപ്പ്, കൊക്കിന്റെ ക്ഷമ എല്ലാം പ്രകൃതിയിൽ നിന്ന് പഠിക്കണം. தண்ணியில துணி இது பண்ணா நார்மலா பண்ணா துணி கீச்சிக்கும், தண்ணியில போட்டு பண்ணா துணி கிளியாது. സേഫ് അല്ല, സേഫ്റ്റിയാണ് പ്രധാനം. അഥവാ ആരെങ്കിലും ഉണർന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനായിട്ടൊരു വാതിൽ ആദ്യം തുറന്നിടണം, മനസ്സിലായോ? പ്രാക്ടിക്കൽ സെഷൻ നമ്മള് വിചാരിക്കും വീട്ടുകാരൻ നമ്മളെ പറ്റിച്ച് തലച്ചോറുകൊണ്ട് ചിന്തിക്കും, മനസ്സിലായോ?
அது வந்து வெளியே இந்த கிச்சனில் மாற்றி வச்சிருவாங்க. இதில் வந்து தீஃப் வந்தா கபோர்டில் தான் தேடுவோம்னு சொல்லிட்டு கிச்சனில் வைப்பாங்க, கிச்சனும் பார்ப்பாங்க சொல்லிட்டு മിച്ചറിട്ട് വെക്കുന്ന ഡബ്ബ, അരിക്കലം, പഴയ ഷർട്ടിന്റെ പോക്കറ്റ്, വിറക് പുര, സ്വർണ്ണം കിടങ്ങി ഇവിടെയൊക്കെ നോക്കിയാൽ മതി. ഇനി താക്കോലാണെങ്കിൽ പട്ടിക്കൂട് അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ ഗ്യാരണ്ടിയാണ്. കളവ് കഴിഞ്ഞ് പോകുമ്പോ പോലീസ് പട്ടീനെ പറ്റിക്കാനായിട്ട് ചെറിയൊരു സൂത്രം കൂടി ബാക്കിയുണ്ട്. വടികൊള്ളു വട്ടിൽ പൊടിയെ തൂക്കി വിട്ട്. പക്ഷെ അന്തസ്സുള്ള കള്ളന്മാര് അത് ചെയ്യാറില്ല. നമുക്കിത് മതി. മേടിൻ കുന്നം കുളം ഓടണമെങ്കിൽ അവൻ കുന്നം കുളം காட்டில் போய் இடம் பார்த்து வைக்கிறது நைட்டு யாரும் இல்லை பொழுது பேப்பர் ரொம்ப ஆளை போட்டு அப்படியே வீட்டுக்குள்ளே போகுது. എവിടെ പോയി ഈ സമയത്ത്? നമ്മുടെ ഊക്കം വയ്ക്കലിന്റെ മോളുടെ കല്യാണം സാറേ ബുധനാഴ്ച. അപ്പൊ അതിന് മുമ്പ് പുതിയ വീടിന്റെ പാലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഓവർ ടൈം പണി ഇറങ്ങിണ്ടിരിക്കുക പ്ലംബിങ്ങിന്റെ. ഈ സഞ്ചരി എന്താ ടൂൾസാണ് ശരി ശരി, വീട് പറ്റാൻ നോക്ക്. പാതിരാത്രി ഞാനും പോലീസുകാരൊന്നും ചെയ്യുന്നു കേട്ടാ. നമ്മുടെ കയ്യില് ഉത്തരങ്ങള് റൊബി മണിയായിരിക്കും. കൈ നിമിനി ഒരു ജാതി മണങ്ങിലിട്ട് വാളനെ പിടിക്കുന്ന പരിപാടിയാ. പണിയെടുക്കാണ്ട് കൂലി വാങ്ങനേക്കാളും പാവപ്പെട്ടവൻ പോയി പൈസ ഉണ്ടാക്കണേക്കാളും എത്ര പേരെ തൊഴിലും. വലിയ വലിയ കള്ളന്മാർക്കൊക്കെ ചോപ്പലൈറ്റ് വെച്ച വണ്ടിയും പോലീസിന്റെ എസ്കോട്ടും. നമുക്കോ ഒരു പെൻഷൻ ഉണ്ടാ, ഒരു ഇൻഷുറൻസ് ഉണ്ടാ. അതേ പറയണ ഈ നേരം നന്നാവില്ല. അയ്യോ CCTV ஆர்டிஸ்ட் இருக்கு என்ன பண்ணுவாங்க. ആഘോഷങ്ങൾ കഴിയുമ്പോ പഴനി പോയി കാവലെടുത്ത് തിരിച്ചു വന്ന വഴിക്ക് ഒരു മുട്ടൻ തടാക്കപ്പണി. അതാണ് കൈലാസങ്ങൾ. அல்வா இல்லாதவங்களுக்குலாம் கொடுக்குறாரா? ஓஜி ஓஜி. ஓகே ஓகே. போலீஸ் காட்டி பைத்தம் வைக்கிறாரு, அந்த குடிச்சுருக்காரு. அதனால எல்லாருக்கும் போயிட்டு காசு கொடுக்குது. கண்ணு மூடி சீசன் தான் பண்ண மாட்டார்ல அவரு. கேஷன் போயிட்டா பழனி போய் காவடி இருக்கணுமா? അമ്പലങ്ങളൊക്കെ ആരെങ്കിലും കച്ചവടോ അവസാനം ആരെങ്കിലും നിന്നെ ഇതേപോലെ പിടിച്ചാ നീ ആരെ രക്ഷയ്ക്ക് വിളിക്കുക? ചെറുത്താനെ. பரோட்டா கிடைக்கலண்ணே, சப்பாத்தி தான் இருந்தாங்க. குழம்பு குருமை தான் கிடைச்சது. போதுண்டா, ரொம்ப பசிக்குது. வேண்டாம் வச்சோ. தேங்க்ஸ் அண்ணே.
வயசு 19 தான் ஆகுது. நிறைய பணம் கொடுங்க, ஒன்றும் கட்டுப்படி ஆகாது. ஒரு நாள் பூரா கேட்குறீங்க, 2 மணி நேரம். அண்ணே அந்த சத்தம் வர கேள்வி யாருன்னு தெரியுமா? மாமா பயல் தானே, வேற யாரு? மாமா அல்ல அண்ணே, அந்த பொண்ணோட அப்பா. அவர் மலையாளிதான். 20 வருஷமா இங்கதான் இருக்காரு. அந்த காலத்திலே பெரிய பணக்காரன். அவங்க ஊர்ல சொந்தமா ஒரு ஃபைனான்ஸ் கம்பெனி இருந்தாங்க. பாவம் ஒரு நாள் ஒரு திருடம் வந்து எல்லாத்தையும் சுருட்டிட்டு போயிட்டார். அதுக்கப்புறம் என்ன அண்ணே, கேஸு கீஸுன்னு அலைஞ்சு இருந்த வீட்டையும் வித்துட்டு வந்தவர் தான். ஒன்று கண்ணே கடந்த ஒரே ஒரு பொண்ணு தான். பாவம் இப்ப அவங்க உடம்பு வித்தா வாழ்ந்துட்டு இருக்காங்க. யாரும் அந்த இதெல்லாம் காட்டாம பார்த்து அப்படியே சொன்னா அது யாரு யாரு? എന്ത് പറ്റിയോ തമ്പി ഇതാ വല്ലാണ്ടിരിക്കുന്നു. അയാളെ വീട്ടിൽ കയറുന്ന പറഞ്ഞ കള്ളൻ என்ன ஒரு டிசால்வ் இல்லை. அதுதான் இறங்கிட்டாங்க மறுபடியும். இப்போதான் வராங்கன்னு நினைக்கிறேன் இன்னோசென்ட் வீட்டுக்கு. அப்படி எவ்வளோ பெரிய வீடா அது? ஆமாடா பெரிய வீடு தான். யாரா அது? அடிச்சு போடுங்க. சம்மடி அடிச்சுப்பாங்க. இன்டென்ஸாக இருந்துச்சு சீனு. இப்படியா போட்டு பிகின் பிரிச்சுட்டுலாம் இவ்வளோ அண்ணனோட ரகசியம் நீ தான் காப்பாற்றணும். തല്ലിട്ടടാശാക്കിട തന്നെ അവര് ഒരാളുടെ ഒരൊറ്റടി മിസ്സായിട്ടില്ല. യോഗാസലുണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. എല്ലാം എന്തായാലും പറ്റിയത് പറ്റി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്തായാലും പണി ഓടിക്കാൻ വേണ്ടി പലരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒക്കെ തനി കള്ള ജാതികളായിരുന്നു. പക്ഷെ നീ എനിക്കെന്നെ സ്വന്തം അനിയനെ പോലെ ഇടാം. ഞാനില്ലെന്ന് പറഞ്ഞിട്ട് നീ വീട്ടിലൊന്നും പോകാതിരിക്കണ്ട കേട്ടോ. സ്വന്തം വീട് പോലെ നിനക്ക് എപ്പോൾ വേണേലും അവിടെ പോകാം. കൊലപാതകൾക്ക് വരെ നാട്ടിൽ പാവം കള്ളന്മാർക്ക് അതുമില്ല. ഏത് സർക്കാർ ഭരിച്ചാലും കള്ളൻ്റെ അവസ്ഥ ഇത്. ഞാനെന്തായാലും ഒരു 4-5 മാസം കൂടെ ഇറങ്ങാനായിട്ട്. അതുവരെ നീ വെറുതെ ഇരിക്കണ്ട. ഞാനൊരാളെ നിനക്ക് പറഞ്ഞുതരാം. നീ കുറച്ചു കാലം അവൻ്റെ കൂടെ നിൽക്കുക. എന്തായാലും നിനക്ക് കാശിന് ആവശ്യമുള്ളതല്ലേ. എന്നെ നോക്കിയിരുന്ന നീ കൂടി ചുറ്റും. നീ നേരം മങ്ങാടിക്കുന്നിൽ ചെന്ന് ചൂടൻ രായപ്പനെ കണ്ടാൽ മതി. ആള് ചൂടനാണെങ്കിലും അവനൊരു ഹൃദയാലും. ബെന്നിയേട്ടൻ പറഞ്ഞിട്ടാണ് അവൻ നിന്നെ കൈ ഒഴിയില്ല. പണിത്തിരക്കുള്ളതുകൊണ്ട് പങ്കും തരും. എടി ജാനമ്മോ, ആ അടുക്കള തീ ഒന്ന് കുറയ്ക്കാൻ മേലായോ? പണ്ടാറടങ്ങാൻ മനുഷ്യൻ ചുട്ടുകൊള്ളിട്ട് ഇരിക്കാൻ മേലാ. ഓ ഇപ്പം ഓർമ്മ വന്നു. ബെന്നി കൊച്ചാട്ടന്റെ പുതിയ ശിഷ്യനല്ലയോ? എടി ജാനമ്മോ, എടിയേ ഒന്നിങ്ങ് വന്നേ. ഒരു വിരുന്നുകാരൻ വന്നേക്കുന്നു. ഈ ചൂട്ടൊന്ന് എന്റെ അടുത്തോട്ട് വരില്ലടി. പോയി അവന് കുടിക്കാൻ എന്നെ എടുത്തോണ്ട് വാ. അയ്യോ മോര് തീർന്നു പോയി മോനെ. നാരങ്ങ ഇറക്കട്ടെ ചേച്ചി. ചങ്ങായി വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. എന്നാ കൊച്ചാട്ടല്ലാതെ ഒറ്റയ്ക്ക് ആ വായി നോക്കി നിൽക്കാതെ പോയി വെള്ളം എടുത്തോണ്ട് വാടി. ബെന്നിയേട്ടൻ ജയിലില്ല. ഞാനിപ്പോ ജയിലിൽ
ഇത്ര ഉള്ളുണർവുള്ളൊരു കള്ളനെ ഞാൻ എൻ്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല. ജയിലിൽ ചെന്നപ്പോ പെണ്ണിയേട്ടനാ പറഞ്ഞത് രായപ്പണ്ണനെ വന്നൊന്ന് കാണാൻ. ഞാൻ ചേട്ടൻ്റെ കൂടെ നിന്നോട്ടെ, ചതിക്കാണ്ട് നിന്നോളാം. കൊച്ചാട്ട എന്നാ വിവരക്കേടായി കാണിച്ച്. മഴ പെയ്യാതെ എങ്ങനാ മോനെ ഞാൻ പുറത്തോട്ടിറങ്ങുന്നേ? ഇടവം മുക്കാല് കഴിഞ്ഞ് മാനം പൊള്ളി കിടക്കുന്നത് കണ്ടില്ലയോ? കൊടുക്കത്തെ ഉഷ്ണത്തിന് പുറത്തോട്ട് രക്ഷപ്പെടാൻ വേർപ്പിന്റെ ഗ്രന്ഥികൾ തന്നില്ലല്ലോ തമ്പുരാൻ. ഞാൻ ജനിച്ചന്ന് മുതല് ഈ അഗ്നിക്കാവടി എന്റെ തലയിലുണ്ട്. എന്നിട്ട് മാനത്ത് ആദ്യ തിരിവെട്ടി ആദ്യത്തെ മഴത്തുള്ളി മണ്ണെ തൊടുമ്പോ അന്നേ ചെന്നാട്ടെ. ഓ എന്നാ ചൂടാ പോ. ഒരു ചായ. ഇവിടെ ഒരു ചായ. ചോറ്. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമായിട്ടാ? അരിന് വേറെ എളുപ്പം തുടർന്നല്ലോ. ഞാൻ അറിഞ്ഞ കാര്യങ്ങള് ചങ്ങാതി പെട്ടല്ലേ. മനസ്സിന്റെ ഏകാഗ്രത എപ്പോ പോയോ ആ നിമിഷം തുടങ്ങും പതനം. ഏത് കള്ളന്റെയും വിധി അതാ. കളക്ഷൻ നേരത്തെ കഴിഞ്ഞ അതൊന്നും ശരിയാവില്ല. നിന്നെ ഞാൻ ആദ്യം കാണുമ്പോ തന്നെ നിന്റെ കണ്ണിലൊരു തീയുണ്ടായിരുന്നു. അതിപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. പണം നേടാനുള്ള ആർത്തി. നിനക്കത് ആപത്തേ വരുത്തൂ. അറിഞ്ഞതെല്ലാം ഇനി അറിയാനുള്ളതിനേക്കാൾ എത്രയോ ചെറുതാണെന്ന് നിനക്ക് മനസ്സിലാവും. നീ ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. എന്താ മോനെ, ഒരു കൈ നോക്കണോ? കുപ്പിച്ചില്ലേ? അതിശയിക്കണ്ട. പല നാൾ കണ്ടിരുളും വെളിച്ചമായി വരും. ഒരുതരം മാർദ്ധാര കാഴ്ച. ആ കാഴ്ച കിട്ടിയ പിന്നെ ഒന്നും പേടിക്കണ്ട. വീടുകൾക്കുള്ള നിലവറയിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധി. എന്താ ഇവിടുത്തെ ആളിന് ജോലി? പോലീസിലാണോ? പോലീസിലാ? ഡിവൈഎസ്പി സ്പെഷ്യൽ ബ്രാഞ്ച്. നിനക്ക് ഈ ഫീൽഡ് നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. കൊത്തുമ്പോ മുറത്തിക്കറി തന്നെ കൊത്തണം. പാതിരാത്രി കഴിഞ്ഞ് വടക്കു പടിഞ്ഞാറേ ആകാശച്ചെരുവില് നേരത്തെ ചുവപ്പ് രാശിയുള്ള ഒരു പ്രത്യേക നക്ഷത്രം ഉദിക്കും. അതിനുശേഷം മാത്രമേ നമ്മൾ പണിക്കിറങ്ങാൻ പാടുള്ളൂ. 2 മണിക്കൂറോളം നേരം ആ നക്ഷത്രം ആകാശത്തുണ്ടാവും. നക്ഷത്രം മാനത്ത് നിന്ന് മായി കളവ് അവസാനിപ്പിച്ചിരിക്കണം. ഇല്ലെങ്കിൽ മാനം പോകുന്ന കള്ളന്റെ ആയിരിക്കും. ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. കളവിനിടയിൽ കണ്ടുമുട്ടുന്ന വൃദ്ധജനങ്ങളുടെ കാലുതൊട്ട് നമസ്കരിക്കണം. പോയ കാര്യം എന്തായി? പണം തികഞ്ഞോ മോനെ? ഇനിയും വേണ്ടി വരും. നീ വിഷമിക്കണ്ടടാ. നീ വാ, നമുക്ക് നടക്കാം. ലക്ഷണമൊത്ത കളവിനെയാണ് രാജകളവെന്ന് പറയുക. രാജകളവെന്ന് சொல்றது എടുത്ത പൊരുളെ വെച്ചില്ല, എടുത്ത മുറയും കാലത്തെയും വെച്ചതാ சொல்றது. കുട്ടികള്, വികലാംഗര്, വൃദ്ധര് ഇവരിൽ നിന്നൊന്നും ഒരു കാരണവശാലും മോഷ്ടിക്കാൻ പാടില്ല. മൃതദേഹത്തിൽ നിന്നുള്ള കളവും ശാസ്ത്രപ്രകാരം നമുക്ക് നിഷിദ്ധമാണ്. അതിന്റെ മാനുഷിക വശം മാത്രമല്ല അതിന് കാരണം. കളവുക്ക് 7 ലക്ഷണങ്ങൾ. പിന്നെ നമ്മൾ എന്തിനാണ് സാൻ അവിടെ ഇവിടെ അലഞ്ഞ് കഷ്ടപ്പെടുന്നത്? നീ എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം. എന്തൊക്കെയുണ്ട് വാക്കര? പണിയൊക്കെ ഇല്ലേടാ? ഇപ്പൊ കുറച്ച് അപ്പൊ വീട്ടുകാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ട് കഴിഞ്ഞു പോകുന്നു.
ഇതുപോലെ ഗതിയില്ലാത്തൊരു കള്ളനെ ഞാൻ എൻ്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല. അമ്പലമുറ്റത്തെ ഭണ്ഡാരപ്പെട്ടിന്ന് പോലും നേരാവണ്ണം മോട്ടിക്കാൻ അറിയാത്ത ഒരു കള്ളൻ എന്നാ പറയുമ്പോൾ കള്ളനാണ് താൻ. ட்ரெயின் பண்ற மாதிரி ட்ரெயின் நல்லா ஜாலியாயிட்டாரா? மழை வர வரைக்கும் அவரு இப்படியே இருந்துக்கிறாரு. அவருக்கு ஹீட் ஆகாதுல்ல, அவருக்கு வெளியே போறாரு. மழை வரும்போது திருடவே போறாரு. பாடி கூல் ஆயிட்டே இருந்தோம். சூடன் ராஜன் மழை வந்து குதிகலமே எனக்கு எதுக்கு பணம் தேவை? பெயில் எடுக்க போகணும். பெயில் எடுத்து டாக்டர் என்ன போகுது பெயில் தெரியலையே. உள்ள ஸ்கேனிங் எடுக்கிறதுக்கா? அது ஒரு ரிஸ்க். அது என்னாச்சு? சொல்லி முடியல வந்துட்டாங்க. നമുക്ക് ഇറങ്ങിയാലോ? ഇറങ്ങാം. പക്ഷെ അതിനുമുമ്പ് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാം. ചോര നിയമങ്ങളുടെ പ്രധാന പാഠങ്ങളൊക്കെ ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നേടിയ വിദ്യ നിനക്ക് പണവും നേടിത്തന്നു. പക്ഷെ ഒരു കാര്യം നിനക്ക് എപ്പോഴും ഓർമ്മ വേണം. വണ്ടിക്കാളകൾ വലിക്കുന്ന ചക്രം പോലെ ഓരോ കർമ്മത്തെയും അതിൻ്റെ കർമ്മഫലം വിടാതെ നിന്റെ മനസ്സും ഇപ്പം ശരിയല്ല. ഇനി ഇതിപ്പോൾ വേണ്ടെന്ന് വെക്കും. എന്തും നേരിടാൻ ഞാൻ തയ്യാറാ. ആശാൻ പേടിക്കണ്ട. നമ്മളിന്ന് കണ്ടുവച്ച വീട്ടിൽ ആൾതാമസം കൂടിയില്ല. പക്ഷെ എന്റെ മനസ്സിൽ ഇന്നെന്തൊക്കെയോ ആപച്ചങ്ക. ഒരു കുഴപ്പമില്ല ആശാനെ. ആശാനൊന്ന് വന്നാ മതി. ஆல்மோஸ்ட்ல அவரே வந்துருவாருல்ல. பட்சி சொல்லுது ஏதோ வர்ற போல. മുരുക കാലൊച്ചുകളാണല്ലോ കേൾക്കുന്നത്. കാലനെ കൈതവൻ പേരപരിയത് ദേവകനെ சம சிக்கிடுச்சு. எதுக்கு இப்போ பில்டப்பு? ரெண்டு பேரும் ஒரே ஜெயிலுக்குள்ள அனுப்பு இறங்கிட்டாங்க பிளாக்ல. வந்து மொத்த ராத்திரியா இன்னொன்று பார்த்துக்கோ. 7 குட் டிப்ஸ் தானே. சப்தஸ்ரீ ஏதோ இல்ல, சப்தமாஸ்ரீ தஸ்ரா. அதுல அவரும் இருப்பாரு. சரிமா அவர் கொடுக்குற ரோல்லாம் ஜெயிலுக்குள்ளே கொடுத்துரு. എന്താ പേര്? മനോജ്. അത് ഗോപിയാട്ടെ. ഇത് ചന്ദ്രൻ. അത് റഷീദ്. അത് നമ്മുടെ ബൈജുവാ. ഇന്നലെ മെസ്സിൽ വെച്ച് കണ്ടപ്പോ ബെനിച്ചേട്ടൻ പറഞ്ഞായിരുന്നു കൂട്ടുകാരനും പെട്ടുന്ന്. നീ എപ്പോഴാ ഇവിടെ എത്തിയേ? ഞാൻ 2 ആഴ്ചയായി. ഫീഡിങ് പരേഡിന്റെ പണിയാ. മനസ്സിലായില്ല? എന്താ മൂപ്പറുടെ കേസ്? 3 കാച്ചിയതാ. സ്വന്തം മോളെ റേപ്പ് ചെയ്തു വന്ന 3. ഒരു ബെന്നീന. ഏത് ബെന്നി? നല്ല പൊക്കത്തിലുള്ള. എന്റെ അറിവിൽ തന്നെ 4-5 ബെന്നിമാരുണ്ട് ഇവിടെ. എന്താ കേസ്? പിടിച്ചവറിയാ കൊലപാതകം? ഏയ് കളവാണ്. ഓ, നമ്മുടെ പോങ്ങുന്നത്തുള്ള ബെന്നി. ആ കറുത്തടിച്ച് ഓന് 2 സെറ്റ് ക്വാർട്ടേഴ്സിലാ ഡ്യൂട്ടി. എന്താ കാര്യം? അല്ല, ഒന്ന് കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നേ. അല്ല, ബെന്നിയുടെ എവിടെയായിരുന്നു? വന്നപ്പോ നോക്കണതാ. ക്വാർട്ടേഴ്സിലായിരുന്നു പണി. നീ പെട്ടവരെയൊക്കെ ഞാൻ അപ്പൊ തന്നെ ഇവിടെ ഇറങ്ങി. അത് പോട്ടെ, നമ്മുടെ പണിയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള.
ആ നീ അത് വിട്. കാര്യം പറഞ്ഞ നീ വീട്ടിൽ പോയിരുന്നു. ആ ജോയ്മോൻ ഒരു പനിക്കോളുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചേച്ചീനും കൂടി. നീ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ജാൻസിയും കൂടി പോയാ പിന്നെ അവിടെ ഒരു കയ്യാട്ടത്തിനാരാ. റോസിലേക്കാണെങ്കിൽ ഇത് വയറ്റിലുള്ള സമയം. ഇതാ നിൽക്കുന്ന ഗഡിയില്ലേ, ഇതേ അവൻ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോട്ടോ. അതാണ് കാർലോസ്. ഐറ്റം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്, പക്ഷെ റൂട്ട് വേറെയാണ്. മൂര്യ. ഞാനായിട്ട് അത്ര രസത്തിലൊന്നുമല്ല. ഒരിക്കലും ആശാന്റെ അടുത്ത് പഠിക്കാൻ ചെന്നിരുന്നു. ആശാനപ്പം തന്നെ ആട്ടി വിട്ടു. ഇപ്പൊ ഒറ്റയ്ക്കാ. ഇന്നത്തെ കാലത്ത് കാശുണ്ടാക്കി പറ്റുള്ളൂ. മേലും കീഴ് നോക്കണ്ടല്ലോ. വന്ന ആളും പാവാട സുരേഷ് കാർലോസായിട്ട് മുരിയായിട്ട് വലിയ താല്പര്യം. ഒരു കാലം. അയ്യോ, അത് പൊറോട്ട ഉണ്ടാക്കി തന്ന മാവാ. രണ്ടുപേരും കൂടി അതുകൊണ്ട് ഷെക്കില ഉണ്ടാക്കി വെക്കല്ലേ. എല്ലാം തന്നെ കുട്ടികളില്ലാണ്ട് നാട്ടിൽ സ്കൂളിലൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുക. പുതിയ 2 ജോയിനിങ് ഉണ്ടല്ലോ കാർലോസ് ചേട്ടാ. 2 പയ്യൻസാ. കഞ്ചാവായിരിക്കൂടാ, അല്ലെങ്കിൽ പീഡനം. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. எல்லா படமும் ஒரே மாதிரி இருக்குதா? டாக் டீம் போட்டு பெருசா தேட போறாங்களா? பேக் தூக்கி போட்டது இவனை தான் எடுத்துருக்கானுன்னு தெரிஞ்சு வராங்க போல. அப்படியா? மேபி இல்ல பேக் தூக்கி போட்டு ஓட்டானுங்க. ஆனா அவனுக்கு மாட்டினானுங்க. രണ്ടിനൊരു നാണം. എന്നിട്ട് കേസ് പീഡന. കുറി പൂവല. ആ പോയി. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നിനക്ക് വേറെ ഒന്നിട്ട് ഇടപാട്? ഏയ് അങ്ങനെ ഇന്ന പണിയൊന്നുമില്ല, എല്ലാം ചെയ്യും. ആ അപ്പൊ ഒരു പണി അറിയില്ലല്ലേ. ആ ഇനിയിപ്പോ പോണവരെ സ്ഥിരം പണിയായല്ലോ. ആന പോയി. മുതല് ജയിലത്തെ വാഴ കണ്ടപ്പറല്ലോ. ആ കുറി നടത്തിയ സമയം കൊണ്ട് 4 കന്ന് വാഴ നട്ടിരുന്നെങ്കിൽ നാട്ടിൽ മര്യാദക്ക് നടക്കാരും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ കാശ് പിരിക്കാൻ അവനെ ഏൽപ്പിക്കണ്ടെന്ന്. എനിക്ക് ആലോചിച്ചിട്ട് എത്തുമ്പോഴത്തില്ല. വിഷം മേടിക്കാൻ കൂടെ മനുഷ്യന്റെ കാശില്ല. അതിന് നീ പേടിക്കണ്ട. 30 ലക്ഷം രൂപയുടെ പൂവൽക്കുറി നടത്തി പൊട്ടിയില് 16 രൂപ 50 സെന്റ് ബാക്കിയുണ്ട്. ഈ എലി വിഷം മേടിക്കാൻ ധാരാളം മതിയാവും. ഞാൻ ഈ ബളിച്ച കോമഡി പറയാണ്ട് കാര്യമുള്ള കാര്യത്തിൽ പറയണ്ട. ഞാൻ കാര്യം പറഞ്ഞപ്പോ നിനക്ക് പിടിച്ചില്ല, പിന്നെ ഞാൻ തുടിയാനാ. ഇവൻ എന്തുട്ടേ പറയണേ? അതെങ്ങനെയാ ബാലു ശരിയാവുക? അവർക്ക് നമ്മളോട് സ്നേഹം നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ സ്നേഹം നോക്കിയിട്ടുള്ള ഒരു ഇട്ടിരിക്കുന്ന ഷെഡ് വരെ അടിച്ചോണ്ട് പോയത്. എന്നെ കൊണ്ടത് പറയിക്കണ്ട നീ. അതാ ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ ആത്മഹത്യ, അല്ലെ ഞാൻ പറഞ്ഞ മറ്റേ കാര്യം. ഈ 2 ഓപ്ഷൻ ഇല്ലാണ്ട് നമ്മളെ മുന്നിൽ വേറെ വഴിയില്ല. എന്ത് വേണമെന്ന് ദയവായിട്ട് അതിന് പറ്റിയ ഒരാളുടെ അടുത്തേക്ക് തന്നെ നമ്മളെ എത്തിച്ചത്. മൂപ്പർക്ക് അറിയടാ നമ്മളെ അവസ്ഥ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നമുക്ക് അങ്ങോട്ട് കാര്യം പറയണ്ടായിരുന്നു. നാട്ടില് ഞങ്ങളെ വീടിനടുത്ത് ഞങ്ങൾക്ക് വളരെ അടുപ്പുള്ളൊരു ഫാമിലി ഉണ്ട്. പിന്നെ അവിടെ കല്യാണം നടക്കാൻ പോവാ. പ്രായമായ 2 പേരും പിന്നെ ഒരു പെണ്ണും മാത്രമേ വീട്ടിൽ താമസമുള്ളൂ. അവിടുത്തെ അലമാരിയിൽ കുറെ കാശും സ്വർണ്ണരിപ്പുണ്ട്. ആ വീടിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ തരാം. അതെ, കിട്ടുന്നതിലൊരു പങ്ക് ഞങ്ങൾക്ക് തന്നാൽ മതി. ഞങ്ങളങ്ങനെ അവൻ പെണ്ണിക്ക് ടിപ്സ് തരാൻ വന്നേക്കണു. അവൻ എന്നെ തൂക്കി വെക്കാൻ വന്നേക്കണു. അയൽവക്കത്ത് വീട്ടിൽ കയറി കല്യാണത്തിന് സ്വർണം കക്കാന്ന്. അതിന് നമ്മളും പുണ്യാളന്മാരൊന്നുമല്ലല്ലോ പിന്നീട്. നമ്മൾ ചെയ്യുന്ന തൊഴിൽ അത് തന്നെയല്ലേ. ഒരു കള്ളന് കള്ളിയിലുണ്ടാകുന്ന കുട്ടി വളർന്നിട്ടല്ല ലോകത്ത് ഒരിടത്തും കള്ളനുണ്ടാകുന്നത്. ഗതികേട് കൊണ്ടാണ് ഞാൻ നിങ്ങളും കള്ളനായത്. എന്റെ ജോലി കളവ് തന്നെയാ, പക്ഷെ അതിലൊരു സത്യം ഉണ്ടാ. നേരും നേരം വേണ്ടിട്ടൊരു പണിക്ക് ബെന്നി നിൽക്കാറില്ല. കൊണ്ട് കള ബെന്നിയായിട്ട് ആർക്കും വേണ്ടാത്ത നേരും നെറിയും നോക്കാത്ത ദൈവത്തിന് തൊഴാൻ ഇന്നത്തെ കാലത്ത് ആരെയും കിട്ടില്ല. എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട്, ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട്. അതിപ്പോ ആരെ ചതിച്ചിട്ടാണെങ്കിലും കൊന്നിട്ടാണെങ്കിലും. ചതിക്കാനും കൊല്ലാനൊക്കെ നീ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ, ബെന്നി ഉണ്ടാവില്ല. കൂടെ കൂട്ടിക്കോ രണ്ടിനെ. നല്ല കോമ്പിനേഷനാ, നന്നാവും. ரூல்ஸ் மீறி போறாரு. இது ஆசான் சொன்னது தவிர்த்து போறாரு. മനോജ് അല്ലേ? സാധാരണ കൂട്ടുകച്ചവടം ഈ കാർലോസിലും ചെയ്യാറില്ല, വലിയ റിസ്ക്കാ. പക്ഷെ ഇപ്പം എന്തോ ആ വഴിക്കൊരു കിട്ടുന്നത് പാതി നിനക്ക്. ഒറ്റ കണ്ടീഷനുള്ളൂ, ചതിക്കാതെ സമ്മതാണെങ്കിൽ കൈ കൊടുക്കുക.
ബെന്നിച്ചേട്ടൻ വെറുതെ പറഞ്ഞാണെങ്കിലും ഞങ്ങൾ ആ കാര്യം സീരിയസ് ആയിട്ട് ആലോചിച്ചു. മനോജേട്ടൻ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റും. ഇതല്ലാണ്ട് ഞങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ല. നാട്ടിലാണെങ്കിൽ നാണം കെട്ട അവസ്ഥയാണ്. ആകെ നാറി കുളമായി. കിട്ടണത് എന്തായാലും നമുക്ക് ഈക്വലായിട്ട് ഷെയർ ചെയ്യാം. അത് വാക്കാം. ഞങ്ങൾക്കറിയാം ഞങ്ങളിപ്പോഴും മനോജേട്ടന് കാശിന് ആവശ്യമുണ്ടെന്ന്. മനോട്ടൻ കൂടെ നിന്നാൽ നമുക്ക് ഞങ്ങളുടെ പിടയ്ക്കാം. മനോട്ടൻ കൂടേണ്ടാവില്ലേ? இவருக்கு எதுக்கு காசு தேவை? அதுதான் மெயின் இதுவாக இருக்குல்ல. എടാ ഇമാതിരി കാര്യങ്ങൾ ചെയ്യാൻ നല്ല ചങ്കുറപ്പ് വേണം. മനസാക്ഷി കുത്തു പാടില്ല. നിന്റെ ആ പഴം പുഴുങ്ങി ബെന്നിയെ പോലെ. പക്ഷെ പഠിച്ച സ്കൂളിലെ ദോഷമൊന്നും നിനക്കില്ല. നീ ഫ്രഷാ. നിന്നെനിക്ക് இது சொல்லுவாங்க திருப்பி அதே இது போக கூடாது சொல்லிட்டு உள்ளே சில வேலை தான் கத்து தருவாங்க. ഞാൻ ഇവിടുന്ന് റിലീസാവും. പോലീസ് പുറത്തെത്തും. അവസാനത്തെ ആള് റിലീസാവുന്ന പകൽ ഏകദേശം ഒരു 12 മണിയോടുകൂടി സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള നിള ലോഡ്ജിൽ നമ്മൾ ഒത്തുകൂടും. ബാക്കിയൊക്കെ നമുക്ക് അവിടുന്ന് പ്ലാൻ ചെയ്യാം. മറക്കണ്ട, നിള ലോഡ്ജ് 1ാം നിലയിലെ 17 നമ്പർ മുറി. அவசர ஃபர்ஸ்ட் இது வாங்கல போயிட்டாரு. அவர் ஃபேமிலி பார்க்க போயிட்டாரு. பிரச்சனை சேம்பு அந்த வீட்டில் அதே டைம்ல திட்டு வராராம். டேய் சித்தப்பா நீ எங்கடா இங்க? எனக்கு தெரிஞ்சு இவங்க அம்மா இவ்வளோ பெருசா ஹாஸ்பிட்டல்ல இதுன்னு 17 നേരെ മുകളിലേക്ക് പോയാൽ മതി. ലാസ്റ്റ് റൂം. നിന്നെ കാണാതെ ഇപ്പം ഞാൻ ഒന്ന് മയങ്ങി. ഇന്നലെ രാത്രി കുറച്ച് ഉറക്കളച്ചേ. ജയിലില് മനുഷ്യാവകാശ കമ്മീഷൻ എന്തോ തെളിവെടുപ്പുണ്ടായിരുന്നു. അതാ വൈകി. அது 3 பேர் ஒன்னாவே வந்திருக்கலாம். என்னடா അടുത്ത സെക്കൻഡേ തന്നെ വന്നു. രണ്ടുപേരും വളരെ വെളുത്ത് കടലാസ് പോലെ ആയല്ലോ. അടിവര തുടങ്ങിയപ്പോഴേ. ഇല്ല കാർലോസേട്ടാ, ഞങ്ങൾ സ്ട്രോങ്. എന്തായി കാര്യങ്ങൾ? ഒരു 9-9:30 ആകുമ്പോഴേക്ക് രണ്ടാളും ഉറങ്ങും. TV കണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ 10 മണിയാവും. എന്തായാലും 10 മണി വിട്ട് പോയില്ല, അത് ഉറപ്പാ. പിന്നെ വീടിന്റെ മെയിൻ സ്വിച്ച് ഇരിക്കുന്നത് വടക്കപ്പുറത്തെ ചായ പിടിച്ച പട്ടിന് തൊട്ടപ്പുറത്തെ വീട്ടിൽ. അതിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ കാർലോസേട്ടാ, സഹായത്തിന് നിൽക്കുന്നൊരു പെൺകുട്ടി ഉണ്ടാവും. ഏതോ അകന്ന ബന്ധത്തിലുള്ള. പക്ഷെ അത് പ്രശ്നമല്ല. നമ്മുടെ സുഹൃത്തില്ല. വാതിലിന് കുറ്റിയെടുത്ത് വെക്കാന്ന് പറഞ്ഞത് അവള്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാ ആ പറമ്പിൽ ഒരല്ല ഇങ്ങനെ 2 ഓണർ. അതെനിക്ക് വിട്ടേര്. അതവനി ഉണർന്നാൽ തന്നെ കിടത്തി ഉറക്കാൻ എനിക്കറിയാം. ഇന്ന് വേണ്ട, നാളെ മതി. കളവിന് നല്ല നാളെയാ. നാളെ ഉത്തരായനം തുടങ്ങി. നമുക്ക് നാളെ ചെയ്യാം. ആ എന്നാ പിന്നെ നാളെ ആവട്ടെ അല്ലേ? ആ അപ്പൊ ഒരു പകല് മുഴുവൻ വെറുതെ കളയണം. ഓൾറെഡി മാറ്റാൻ എന്താടാ പിള്ളേരൊരു വഴി. 6-7 മാസം മൂട്ടയടിയും കൊണ്ട് അകത്ത് കിടക്കായിരുന്നേ. അതിന് വഴി ഉണ്ടാക്കാൻ കാർലോസേട്ടാ നമുക്ക് അറേഞ്ച് ചെയ്യാം. എന്നാ പിന്നെ അങ്ങനെ അല്ലേ? പോയേ ഇറങ്ങി പോയടങ്ങോട്ട്. ട്രാപ്പാ നമ്മൾ ഇതിനു മുമ്പ് കൂടി എന്താടാ സാധനം കിട്ടി കാർലോസേട്ടാ. പക്ഷെ റേറ്റ് ഇച്ചിരി കൂടുതലാ. എന്ന് ലോക്കലായാലും എങ്ങനെയാ ശരിയാവുന്നത്? ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റാൻഡേർഡ് ആവണ്ടേ? ഞാൻ ഒഴിച്ചുതരാം. ആ പോയടാ ഇറങ്ങി പോടോട്ട്. എന്തൊക്കെയായിരുന്നു ദിവ്യ പ്രണയം, തുമ്പിക്കൈ വണ്ണത്തില് മഴ. ചന്ദ്രേട്ടാ, ഒരു 10 കിലോ പഞ്ചസാര വേണമല്ലോ. 10 കിലോ. ಏನ್ ವಾಂಗಿ ಸರ್ ನಲ್ಲ ತೇನಿ ಸರ್ ಕಾಟು ತೇನಿ ಸರ್ சார் சூப்பரா இருக்கும் சார் தேனு சார் 200 ரூபா தான் சார். ஆமா சார் 5 ரூபாய் 5 பாட்டிலா? പെട്ടെന്ന് 1 2 3 4 5. ஆஹா லாட் அடிச்சது. 9
കാർലോസ് ചേട്ടാ കാർലോസ് ചേട്ടാ എണീക്ക്, നേരം വൈകി പോണ്ടേ? അല്ല അവള് പോയാ? അവള് പോയി. അല്ല ഞാൻ അവളൊന്നും ചെയ്തില്ല. നേരെ ഒരുപാട് വൈകി, നമുക്ക് ഇറങ്ങാം. ഫോണിൽ കയറി ചെല്ലുമ്പോൾ ഒരു ഇടനാഴിയുണ്ട്, അതിന്റെ അടുത്ത വശത്തെ പാത്രത്തിലൂടെ കയറുമ്പോൾ മുകളിലെ ഹോളെത്താം. ஆசானோட ரூல்ஸ் படி தப்பா போறாரு. இப்போ வந்து லைட்டு போட்டோன்னா அந்த பொண்ணுங்க இனி அந்த பொண்ணு இல்லை. வீட்டில் யாருமே இல்லையா? என்ன சொல்றா? ட்ராப் தான் போடுது. ആരാണ് കെട്ടിട്ടത്? അഴിച്ചുവിടാം. ഇപ്പൊ മനസ്സിലായില്ലേ ഇതൊരു കെണിയാണെന്ന്? നിന്നെ കുരുക്കാൻ ഞങ്ങളെ കരുതിക്കൂട്ടി ഒരുക്കിയ കെണിയാടാ. നീ ആരാ? ഞാനോ? ഞാനിപ്പോ എങ്ങനെയാ നിന്റെ ശത്രുവായതൊന്നായിരിക്കും നീ ഇപ്പൊ ആലോചിക്കുന്നത്. അത് നിനക്ക് മനസ്സിലായിക്കൊള്ളു. അതിനു മുമ്പ് നിനക്ക് ഓർക്കാൻ കഴിയുന്ന വേറൊരു മുഖമുണ്ട്, അത് നീ ഒന്ന് കണ്ടു നോക്ക്. നേരത്തെ ആ വീട്ടിൽ വെച്ച് കണ്ട പരിചയമല്ല, അതിനൊക്കെ മുമ്പ് നോർത്ത് നോക്ക്, നീ ഓർമ്മ വരും നിനക്ക്. மட்டும்தான் ஜெயிலுக்கு வந்துக்கிறார் அவருக்கு. திருட்டாலும் எந்த அளவுக்கு ஒரு குடும்பம் பாதிக்கப்படுது, அண்டு எவ்வளோதான் நீ திருநாளும் ஒரு நாள் மாட்டுவ எல்லாத்தையும். ஓல்ட் ஃபாக்ஸஸ் கார்டர் டாஸ். அந்த பொண்ணு சொல்லிச்சுல அந்த இதில் மழை பெய்யுது வேற அந்த டே போல இது. அப்போ என்ன சொல்ல சுற்றுறா? கல்யாணத்துக்கார போய் திருட்டாங்க. அதுவும் இல்லாமல் சொல்லியிருந்தாருல இவன் திருடன் வந்து அந்த அளவுக்கு இது கிடையாது அவனுக்கு அப்படி சொல்ல. அதே மாதிரி லாட்ஜில் சொல்லியிருந்தாங்க ஏதாவது பிரச்சனை வந்தால் எனக்கு அதை எப்படி முடிக்கணும்னு கூட தெரியும் அப்படின்னு. அந்த பொண்ணு ஒரு ஹாஸ்பிட்டலில் இருந்துச்சு. பாக்கெட்லேயே வச்சுருக்காங்களா? கல்யாணத்துக்கான எங்கே எடுத்துட்டு போயிருந்தா? கல்யாணத்துக்கான അടച്ചിടാൻ പറഞ്ഞ കൂട്ടാണ്. சரி മാധവേട്ടാ, അയ്യോ മാധവേട്ടാ, മാധവേട്ടാ. பார்க்கலையா நான்? போட்டு பையன் தான் போல, நம்ம ஸ்டார்டிங் பையன் தான் போல. இல்லை அதான் ஜெயிலில் மாட்டினதும் வேணும்னு தான் மாட்டிக்கிட்டு இன்னைக்கு திருட போகுது. அதுக்கா அதான் அவர் ட்ரைனிங் எடுத்துக்கிறாரா? ஏன்டா இவ்வளோ விருப்பம் சொல்லிட்டு? ഒന്ന് നീ വന്നത് എന്റെ വീട്ടിലേക്ക്, ഈ വീട്ടിലേക്ക്. എന്റെ വിരലൊന്ന് മുറിഞ്ഞാ കൂടി എന്റെ അച്ഛൻ നമുക്ക് സഹിക്കില്ല.
അത്രക്ക് ഇഷ്ടായിരുന്നു എന്നെ എനിക്ക്. എന്നിട്ട് നീ അവരെ എന്തോരം വേദനിച്ചിട്ടുണ്ട് അവിടെ എന്റെ അച്ഛനും അമ്മയ്ക്കും. നീ ഇത് നരകത്തിൽ പോയി ഒളിച്ചാലും അവിടെ വന്ന് നിന്നെ പൊക്കൂന്ന്. ബോധം വന്നത് 18ാമത്തെ ദിവസം. ബോധം വന്നപ്പോ അവള് പറഞ്ഞ ഒരേ ഒരു അടയാളം നിന്റെ മുറിച്ചെവി. നിന്റെ മുറിച്ചെവി അന്വേഷിച്ച് 8 മാസമായി ഞങ്ങൾ അലയായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ ഒരു ലോക്കൽ കള്ളനിൽ നിന്നായിരുന്നു അന്വേഷണത്തിന്റെ തുടക്കം. இதெல்லாம் எப்போடா? இதுக்கு அப்புறமா அவங்க ஃபர்ஸ்ட் ஃபோன் பண்ணி பையன் வரான் 18 அதுல ட்ரைனிங் சொல்றதுக்கு அப்புறம் தான் ட்ரைனிங் அவன் கண்டுபிடிக்கிறது தான் எல்லாமே கத்துக்கிட்டு. കള്ളന്മാരുടെ ആശാനായ കേളുവാസാനിലേക്ക് ഞങ്ങൾ എത്തുന്ന റമ്മിയിലേക്ക്. அவருக்கு தெரிஞ்சிருக்கும்ல இந்த மாதிரி காது ஒருத்தவங்க லிங்க் பண்ணி விடுங்க. கேட்க முடியாதுல கார்லோஸ் யாருன்னு. കളവിന്റെയും കള്ളന്മാരുടെയും ഇരുണ്ട ലോകത്തേക്ക് നിന്നെ തേടി ഞാൻ ഇറങ്ങി തിരിച്ചു. ഞാനെന്ത് പറയാനാ, ഞാൻ പറ്റില്ലേ. ബെന്നിയേട്ടന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾ പല തന്ത്രങ്ങളും പറ്റി. തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിൽ വരെ നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഈവനിംഗ് പത്രത്തിൽ വന്ന ന്യൂസാ. വാർത്തയുടെ ഇൻട്രോ വായിച്ചപ്പോ തന്നെ അച്ഛന്റെ അമ്മയുടെ മർഡറുമായി എന്തോ റിസംബ്ലൻസ് എനിക്ക് തോന്നി. ഇതിൽ പറയുന്ന ക്രൈം നടന്ന സമയത്ത് വേറെ പത്രങ്ങൾ എടുത്താൽ നമുക്ക് കേസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടില്ലേ? നാളെയാണ് സെഷൻസിലെ കേസിന്റെ ക്രോസ് എക്സാമിനേഷൻ. രേഖകൾ ചിലപ്പോഴൊക്കെ ഓഫീസർമാര് ക്വാർട്ടേഴ്സിലേക്കോ വീട്ടിലേക്കോ കൊണ്ടുപോകാറുണ്ട്. എങ്ങനെങ്കിലും അത് പരിശോധിക്കാൻ പറ്റിയ കേസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. വ്യത്യാസമാണ് റിവീൽ. എന്താ ഇവിടുത്തെ ആളുടെ ജോലി? പോലീസിലാണ് സാർ. DYSP സ്പെഷ്യൽ ബ്രാഞ്ച്. ஓ ஃபைல் சர்ச் பண்ணல. கடைசி 10 நிமிஷத்துல കോടതിയിലെ തൊണ്ടിമുറിയിലേക്ക് എത്തിയത് മോഷണത്തിനായിരുന്നില്ല. എന്റെ അച്ഛനെ നീ അടിച്ചു വീഴ്ത്തിയ ആ മെറ്റൽ ടോർച്ച് അന്വേഷിച്ചായിരുന്നു. அப்படியே எங்க வீட்ல தான் இருக்குமா? வீட்ல இருக்காதா? இது എവിഡൻസ് റൂമിൽ. അപ്പോൾ സെക്കൻഡ് வந்து എവിഡൻസ് റൂമിൽ ആരും അറിയാതെ എല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒടുവിൽ ഒരാൾക്ക് മുമ്പിൽ എനിക്കെല്ലാം തുറന്നു പറയേണ്ടി വന്നു. പണമുണ്ടാക്കുകയോ അതിനുവേണ്ടി മോഷണം പഠിക്കുകയോ അല്ല നിന്റെ ഉദ്ദേശമെന്ന് മുമ്പേ എനിക്ക് തോന്നിയിരുന്നു. എന്റെ കണ്ണുകളിലിരിക്കുന്ന കനലുകളുടെ ശരിക്കുള്ള അർത്ഥം എന്താണ്? சொல்லுவார்ல யாருன்னு என்கிட்ட ஒரே ஒருத்தர் தான் உங்க വന്നവനുമേ കേട്ടു. ഇതുപോലൊരു നീതികൃത്യം ചെയ്യണമെങ്കിൽ അത് അവൻ തന്നെയാ. മുറിച്ചെവിയും കാർലോസും എന്തും ചെയ്യാൻ മടിയില്ലാത്തവനവൻ. അവനെ തിരയേണ്ടത് പുറത്തല്ല, ഏതോ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ് അവൻ. എങ്ങനെയും നീ അതിനുള്ളിൽ എത്തിപ്പെടണം. சேம்பன் கூட ஹெல்ப் தான் உனக்கு நினைக்கிறேன். இல்ல அவருக்கு தெரியல போல. சேம்பன் கிட்ட சொல்லிருப்பாங்க போல. மீட் பண்ணி பேசும்போது நீ சண்டை போடு, அவனுக்கு வந்து அது இன்ட்ரிகிங்கா സൂത്രണമായിരുന്നു. അതാണ് കാർലോസ്. ഐറ്റം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്, പക്ഷെ റൂട്ട് വേറെ. ഇനി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ചേട്ടനായിട്ട് എല്ലാ പ്ലാനും പുതിയ 2 ജോയിനിങ് ഉണ്ടല്ലോ കാർലോസ് ചേട്ടാ. 2 പയ്യൻസാ.
അതാ ഞാൻ പറഞ്ഞത്. இது மட்டும் டெலிவரியோட தெரிஞ்சுது. ഞാൻ പറഞ്ഞ മറ്റേ வேற ரெண்டு பேர் கால்ல ஓடுற மாதிரி பேசினாங்க. നമ്മളെ മുന്നിൽ വേറെ വഴിയില്ല. എന്ത് വേണമെന്ന് നീ തീരുമാനിക്കും. சிக்கிங்க பாரு கேட்டால ஸோ வந்து சண்டை போட உடனே இவருக்கு இன்ட்ரீகிங்கா இருக்கும். என்னவா இருக்கும் அது? പിന്നെ കിട്ടുന്നത് എത്രയായാലും 3 ഷെയർ ആയിട്ടേ വിധിക്കും. 3 ഷെയർ. കൊടുക്കാൻ ഞങ്ങൾ ഒരു 8ന്റെ കെണിയായിരുന്നു കാർലോസ്. കൊടുക്കൂടാണ് നമ്മളവനൊരു മുട്ടൻ ടാഡാസ്റ്റ് പണിയും. പക്ഷെ ഇവിടെ വെച്ച് പറ്റില്ല. ഇവിടുത്തെ ഓരോ അനക്കങ്ങളും എപ്പോഴും 10-100 ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. പുറത്തെത്തിച്ച് കൊലയാളി നീ തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ അവസാനത്തെ തെളിവെടുപ്പിനായിരുന്നു നിന്നെ അന്ന് ഞങ്ങൾ ഷീലയുടെ മുമ്പിലേക്ക് എത്തിച്ചത്. ഇതുപോലൊരവസരം ഇനി നമുക്ക് കിട്ടില്ല. എഴുന്നേക്കും മുമ്പ് ഇവിടെ ഇട്ട് തീർക്കണം. അതിനെന്ത് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും കൂടെ ഉണ്ടാവും ഞങ്ങൾ. ഈ ഒരൊറ്റ പകലോട് ക്ഷമിക്കുക. ഇവിടെ വെച്ചല്ല, എൻ്റെ അച്ഛനും അമ്മയും മരിച്ച അതേ സ്പോട്ടിൽ കിട്ടണം എനിക്ക് വേണം. അവര് മരിച്ചാണ്ട് തകഞ്ഞെന്ന് അതേ മണ്ണിലിട്ട് ഇവന്റെ പ്രാണം കൊണ്ട് വേണം എനിക്ക് അവരെ സാത്തമൂട്ടാൻ. വണ്ടിക്കാളകൾ വലിക്കുന്ന ചക്രം പോലെ ഓരോ കർമ്മത്തെയും അതിന്റെ കർമ്മഫലം വിടാതെ പിന്തുടരും. അടുത്ത ജന്മത്തിലെങ്കിലും ഒരു നല്ല മനുഷ്യനായി ജനിക്കാൻ പ്രാർത്ഥിക്കുന്നു. അന്ന് നടത്തേണ്ടിയിരുന്നതിന്റെ മാമോദിസ പെരുന്നാള് ഞങ്ങൾ ഇപ്പൊ നടത്താൻ പോവാ. ഇവനെ കുളിപ്പിച്ചൊരുക്കാനുള്ള തേനെടുക്കടാ. சக்கரையும் 10 கிலோ சக்கரை மீட் ஈட்டிங் ஆன்ட் தூரமா சாப்பிடுறோம். ஐ போடணும். அதுக்கும் மேல ஊத்தி விட்டுல கும்பி வாகும். எனக்கு சொக்கன் 65 தான். அதே மாதிரி கார்லோ ஹனி டிப்ட் கார்லோஸ். சக்கரை 10 கிலோ சக்கரை வாங்கிட்டு இவரு தான் தேன் வாங்கி அவரு இது வாங்கிட்டு சக்கரை 10 கிலோ. எங்கடா போய் தேடுவாங்க? ஒரு அந்த கீழே இருந்து எடுத்தாரு ஒரு ஜெயிலில் கீழே அதுங்க மண்ணில் பார்க்கும் போலீஸ் கூட இவ்வளோட எடுத்துருப்பாரு. தெரியல பார்க்கறதுல கிடைச்சா எடுத்துறாரு. ஏதோ ஃபோபியா, அதாவது போலீஸ் சீஜி பண்ணிடுறாங்க. வா கூசுதா? புதுசா இருக்கனே. ஐயோ காய குத்தணும். என்னடா எம்ஜிஎம் ரெண்டு முத்தையா சப்டைட்டில்ஸ் ஆர் நாட் கிளியர். நீங்க போடுற சப்டைட்டில்ஸ் ஐயோ என்ன விட்டங்கடா ഞാൻ പൊക്കോളാ. അയ്യോ വേണ്ട. அவங்களுக்கு புதுசா பத்தாதுல்ல. வாய மூடுங்க. മരിച്ചു കിടന്നിരുന്ന എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ശരീരം വരെ കറുത്തുറുമ്പുകൾ അരിച്ചിരുന്നു. എനിക്ക് അവരുടെ മുഖം പോലും കാണാൻ സാധിച്ചില്ല. അന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു നിന്റെ പുഴുത്തു നാറിയ ശരീരം പച്ചക്ക് ജീവനോടെ ഉറുമ്പുകളെ കൊണ്ട് തീറ്റിക്കുന്നു.
മണ്ണിനെ കൊടുക്കാൻ കൂടി നീ ബാക്കി ഉണ്ടാവില്ല. நிறைய இடத்துல சாட்டிஸ்ஃபைடு கில்லிங்ஸ்லாம் நிறைய சில இடத்துல கொஞ்சம் சாட்டிஸ்ஃபைடா இல்லாமலாம் இல்ல சில பேருக்கு இந்த தண்டனை பத்தாதுன்னு தோணும். அந்த இடத்துல இந்த மாதிரி தண்டனை பக்கத்து வீட்டில் கேட்டேன் நான் வந்துட்டேன். பக்கத்து வீடு அஜி வீடு தானே. சரி ஃப்ரெண்டில் இரு வீடு. டே கேர் கிரியேட் பண்ணணும்னு நினச்சாங்க. இப்போ ஓல்டேஜ் ஹோம் புஷ்டான் பையன் புஷ்டான். I think virtually is the only one. படிடா அது என்னடா அது புரியாத உனக்கு நாளாதா? ரொமான்டிக் ஸ்பாட். பக்கெட் சிட் ஃபண்ட்ஸ். இந்த மாதிரி கேரக்டர் பார்த்தேன். தண்ணி ஆல்ரெடி புல்லட்ல ஒரு ரீஜன் இருக்குங்க. நான் எத்தி விட்டுருந்தோம் മഴ പെയ്തിട്ടേ. ഭൂഷണശാസ്ത്രം പഠിപ്പിക്കുവാൻ കേളുവാശാന് പുതിയൊരു ശിഷ്യനെ കിട്ടിയിരിക്കുന്നു. ചോരന്മാരുടെ പരമ്പര അവസാനമില്ലാതെ തുടരുകയാണ്. പഠിച്ച കള്ളന്മാരും പഠിക്കാത്ത വിഭാഗം കള്ളന്മാർ ഇലക്ഷൻ കാലത്ത് മൈതാനങ്ങളിൽ കെട്ടിയുയർത്തിയ മഹാവേദികളിൽ ഒരിക്കലും നടക്കാത്ത വാഗ്ദാനങ്ങളെപ്പറ്റി ഘോരഘോരം പ്രസംഗിക്കുന്നു. ആവശ്യമെങ്കിൽ ഒരു ചോർ മന്ത്രാലയം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് സർക്കാരുകൾക്ക് സജീവമായി ആലോചിക്കാവുന്നതാണ്. എങ്ങും കാണാവുന്ന സർവ്വവ്യാപിയായി കള്ളൻ അഖിലവും നിറഞ്ഞിരിക്കുന്നു. കള്ള, നീ ചിരഞ്ജീവിയാണ്. നീ ഞാൻ തന്നെയാണ്. ഉറുമ്പുകൾ ഉറങ്ങാറില്ല. ஓகே கிளைமேக்ஸ்னால ஏன்னா நடுவில் கொஞ்சம் ஜவ்வா எழுதுறாங்க. போனதுக்கு அப்புறம் ஸ்டோரியை அந்த இடத்துல தான் மென்ஷன் பண்றது கொஞ்சம் ரொம்ப ஸ்லோ மோஷன் எழுதி வச்சிட்டாங்களா? அந்த ஜெயிலில் இருந்து வெளியே வரது எக்ஸ்பெக்ட் பண்ணவே இல்லை. லாஸ்ட் 20 minutes சூப்பராக இருந்துச்சு. கிளைமேக்ஸ் சாட்டிஸ்ஃபைங் கிளைமேக்ஸ். ஃபர்ஸ்ட் ஹாஃப் உண்மையிலே சூப்பராக எடுத்துருப்பாங்க. செம்பனோட கிரைம் சீசன் 2ல இந்த மாதிரி பண்ணிருக்காங்க. அம்புலியமையும் ஐயோ பண்ணி இந்த மாதிரி பண்ணிருக்காங்க. அவங்க தான் நாய் சாப்பிட்டுச்சு. ஃபுல்லா வந்து கறி இதுல வந்து எறும்பு சாப்பிடுச்சு, அந்த நாய் சாப்பிட்டுச்சு. இல்ல அது வந்து சாவ வச்சு தான நாய் சாப்பிட்டுச்சு. இதுல வந்து ஃபுல்லா உடம்புல எல்லாம் கறி தறி விட்டு போங்க गाइस. இது அந்த வால்டனா ஓகே. ஸோ வந்து இந்த படம் பார்த்தீங்கன்னா அதான் எனக்கு என்னன்னா சேம்பன் இருக்கிற சூப்பரா ஜாலியா இருந்துச்சு. அதுக்கப்புறம் கொஞ்சம் அப்படியே டவுன் ஆச்சு. திருடர்களோட உலகத்தை காட்டினாங்க. ஆமாம், அதாவது தீஃப் மினிஸ்ட்ரி ப்ரொஃபஷனாகவும் காட்டி அது ஃபேமிலி அண்டர்ஸ்டாண்டபிளாக இருந்து ஒய்ஃப் போயிட்டு வாங்க டீலாம் போட்டு விட்டு அனுப்பிவிடும். அதோட ஹைலைட் வந்து அவர் ஒருத்தர் மழை பெஞ்சோடனே பையனாக குத்தாச்சாங்க, நீ போய் வாப்பா அப்படின்னு. அது ஒண்ணு. அதே மாதிரி சேம்பர் வந்து பார்த்தீங்கன்னா இப்போ அந்த நிறைய பேர் சொல்லுவாங்க ஆனர் அமௌங் தீவ்ஸ் அப்படின்னு சொல்லுவாங்க. இப்போ வந்து சேம்பர் வந்து அவர் காசு நிறைய அடிச்சுட்டு அவர் சொல்லிட்டார், டே இந்த மாதிரி வந்து ஃபெஸ்டிவல் டைம் இந்த டைம்ல அடிக்க கூடாது, ஃபெஸ்டிவல் முடிஞ்ச ஒரு பெருசா ஒன்று பண்ணுவோம் அப்படின்னு. அது வரைக்கும் நம்மளுக்கு காசு இருக்கு, என்ஜாய் பண்ணலாம். அவர் என்ஜாய் பண்ணாரு. ஆனா கூட இருக்கிற எல்லா தீவ்ஸுக்கும் போயிட்டு கொடுத்தாரு ட்ரெஸ், அந்த குச்சின்னு போயிட்டு கொடுத்தாரு. அப்புறம் ஒருத்தருக்கு கால் அடி போட்டுருந்தது, அவர்கிட்ட போயிட்டு. ஸோ அந்த ஆனர் அமௌங் தீவ்ஸ் வந்து அவங்களுக்கு ஒண்ணுமே இருக்குது. ரொம்ப நாள் முன்னாடி ஏதோ டிவியில் நியூஸில் பார்த்தேன் பார்த்தா ஒரு ஃபேமிலி இருந்துச்சா, ரொம்ப ரெஸ்பெக்டபிள் ஃபேமிலியா. ஆனால் திடீர்னு அப்பப்போ வெக்கேஷன் போயிடுவாங்களாம். அப்புறம் பார்த்து தான் தெரியுதான் அவங்க எதுனா வேற ஒரு ஊரில் திருவிழா இருந்துச்சுன்னா கும்பலாக போயிட்டு இதுக்கு க்ரௌடில் பூந்துட்டு நல்லா அடிச்சுட்டு வருவாங்களாம். அதே மாதிரி அவங்க நிறைய இதுவும் பண்ணியிருக்காங்களாம், அந்த ஹெல்ப்பிங்கும் நிறைய பண்ணியிருக்காங்க. ஆனால் பிடிச்சிட்டாங்க ஃபேமிலி ஃபுல்லாக. ஸோ அந்த மாதிரி தான் நிறைய பேர் இருக்காங்க. இவ்வளோ வினய் ஃபோர்ட் கேரக்டர் வந்து லாஸ்ட்ல தான் ரிவீல் ஆச்சு. அவர் வினய் ஃபோர்ட் கோவப்பட்டாருன்னா கரெக்டாக நல்லா தெரியுது உலகத்தில் இருக்காரா அப்படின்னு. அதே குரூப் நான் நினச்சினே என்ன குரூப்ல டூப்பு மாதிரி இருக்கிற கட்சியில் பார்த்தா பிளான். ஆனால் ஆசான் நல்லா சூப்பராக பண்ணாரு, ரொம்ப பிடிச்சிருந்தீங்க இந்த படத்தில் அவரோட பெர்ஃபார்மன்ஸ். கரெக்டாக பிடிச்சிட்டாரு. அவர் ஸ்டார்டிங்ல சொன்னார் இவங்க கண்ணு ஏதோ ஃபயர் இருக்குது, அவர் கட்சி கிட்ட ஃபயருக்கான மீனிங் என்ன. அவர் வந்து நார்மல் ஹியூமன்ஸா இல்லாமல் ஸ்பிரிச்சுவல் கனெக்ட் இருக்கிறது. அதனால தான் அவர் எல்லாத்தையும் ஈஸியாக கண்டு திருடர் புராணம்லாம் படிச்சு மேலே வந்து இது ரெட் கலர்ல ஸ்டார் வரும், துருவ நட்சத்திரம் அதுக்குள்ள போயிட்டு வந்தோம்.
லாஸ்ட் ஒரு சோசியல் காமெண்ட் மாதிரி போடுது. சோசியல் காமெண்ட் மாதிரி போடுது. லாஸ்ட் ஒரு 1/2 hour 45 minutesல தான் அந்த வில்லனே இவர்தான் அப்படின்னு காட்டி. ஆனா ஒரு பிஜிஎம் போட்டாங்க இவருக்கு. ஸ்கெட்ச் யாருக்கு நினைச்சேன். அது கொஞ்சம் நல்லா கிறிஸ்பா பண்ணியிருந்தாங்க, நல்லா இருந்திருக்கும். எது ரொம்ப அந்த சிங்கிள் டேக் எடுத்துன்னு போனாங்க. சீரியல் பிஜிஎம் போட்டு யோசிச்சு பார்த்தா அவன் வந்து 1 மாசமா வெயிட் பண்ணுறான் இவங்க வருவாங்கன்ட்டு. அப்போ பாரு அவன் அப்போ இவனுக்கு சொன்ன மாதிரியே கரெக்டா வந்திருக்கானுங்க. அதான் அந்த விட்டு பிடிச்சிருக்காங்க. என்னன்னா இது நடந்துச்சு, ஒரு இன்சிடென்ட் நடந்துச்சு, அது யாருன்றதை கண்டுபிடிக்க போறாங்க. கண்டுபிடிச்சுதான் இவர் இப்படி சுத்துறாரு. ஒரு சுத்தி எடுத்து வந்தாங்க ஒரு அங்கங்க கொஞ்சம் கொஞ்சம் கட் அடிச்சிருக்காங்க. ரைட் டைம் டு ஸ்ட்ரைக். வெயிட்டிங் அந்த ஹோல் வந்து படம் நல்லா இருந்துச்சு. கடைசி அந்த 30 minutes அது மட்டும். ஆனா எனக்கு தெரிஞ்சு கிளைமேக்ஸை லைட்டா கொஞ்சம் மாத்தி இருந்தாலும் மாறிட்டு கரெக்டா கன்வே பண்ணியிருந்தாங்க. கொலன்னு ஆகிட்டு இருக்கும் படம். இல்லை அது இப்போ திருடங்களோட உலகத்தை காட்டிட்டு இருந்தாங்க ஃபர்ஸ்ட் ஹாஃப்ல சேம்பரோட சேர்த்து, ஓகேவா? ஆனால் அப்படி இருந்தவங்களும் மாட்டுவாங்க அப்படின்னு காட்டி முடிச்சுட்டு இன்னொரு இந்த பக்கம் வினை போட்டு அது அப்படி மாட்டாம இருந்தாங்கன்னா அது வந்து தப்பாயிடும். அதுவும் நல்லா இருந்தது. ஆனால் வெற்றி ஒரு பாயிண்ட் என்ன அவங்க வந்து பேரண்ட்ஸ் வந்து இந்த இன்னோசென்ட்டாக அவங்க அம்மா ஒய்ஃபும் வந்து அவங்க பையனை வந்து ரொம்ப லவ் பண்ணுறாங்க. ஸோ வந்து குழந்தைங்கலாம் அவங்களுக்கு ரொம்ப பிடிக்கும் போல. டே கேர் வச்சிருந்தாங்க. இவருக்கு வந்து கடைசியில வந்து அவங்க அம்மா அப்பா பிடிக்கும். ஓல்டேஜ் அது நல்ல டச்சாக இருந்தது. அது நல்ல டச்சு. அதே மாதிரி வந்து அந்த இது அவங்க ஒய்ஃப்னு நினைக்கிறாங்க, அவங்களுக்கு நிச்சயதார்த்தம் பண்ணியிருந்தாங்க. அவங்க கூட சொல்லியிருந்தாங்க நியூஸ் பேப்பரில் இருக்கு, டைம் லைன் எடுப்போம் நம்ம வாங்க. ஓகே, இந்த கேரக்டர் வந்து சும்மா இல்லை எல்லாமே நல்லா இருந்துச்சு. என்னடா இவரு இன்னசென்ட் ரொம்ப நேரம் காணக்கத்தை செத்து போயிட்டு அது நல்லா இருந்தது. அதே மாதிரி வந்து அந்த சிட் ஃபண்ட் கூட சூப்பரா எடுத்துட்டு வந்திருந்தாங்க. ஏன்னா ஸ்டார்டிங்ல சொல்லிட்டாங்க அவர் வந்து அஜு ஃப்ரெண்டை வந்து புடிச்சிட்டாங்க. சிட் ஃபண்ட் என்னடா ஏமாத்திட்டேன், என் பொண்ணுகளை நினைச்சுன்னா உன்னை சாவச்சு உங்க வீட்டு முன்னாடி வந்து நான் செத்துருவேன் அப்படின்லாம் சொல்லியிருந்தாங்க. அதே ரீசனை வச்சு அவங்க ஜெயிலுக்கு வர நல்லா எழுதிருக்காங்க. ஆனா எனக்கு என்னன்னா அந்த டைம்ல இந்த படம் வந்து சூப்பரா இருந்திருக்கும். 2015 நல்லா தான் இருக்கு. அந்த 100%ல அந்த 60% வந்து 80% உள்ள அந்த ஒரு ஸ்லாக் அந்த இது ஆயிடுச்சு. ப்ரொலாங் ஷாட்ஸ் தேவையில்லாத மற்றபடி படம் நல்லா இருந்துச்சு. ஸோ வந்து சதுரங்க வேட்டை பாருங்க, ராஜதந்திரம் பாருங்க, சதுரங்க வேட்டைலாம் பார்த்துருப்பாங்க, வேற லெவல் படம். ஸோ இந்த வாரம் எங்களோட சஜஷன் பார்த்தீங்கன்னா இதுவும் திருட்டு சம்மந்தமான மூவி தான். ஸோ தமிழ் தீஃப் மூவிஸ் அப்படின்னு பார்த்தீங்கன்னா பழைய படம் ஒன்று இருக்குது. ராஜி கணேசன், நாகேஷ், லெஜெண்டரி நாகேஷ், முத்துராம், கார்த்திக், அப்பா சிவகுமார் கூட இருப்பார். 3 பேர் நடிச்ச 3 தெய்வங்கள். ஸோ இது படம். அண்ட் ஆல்சோ கொஞ்சம் ஒரு 20s வந்து ஒரு மூவி இருக்குது, இது சாது மிரண்டா இந்த படம் பேர். இது வந்து பிரசன்னா நடிச்சிருக்காரு இந்த படம். சாங்ஸ் 2 சாங்ஸ் இருக்குது, ரெண்டுமே சூப்பராக இருக்கும். பிரசன்னா நடிச்சாலே வந்து பாட்டுலாம் நல்லா இருக்கும். 2 பாட்டு நல்லா இருக்கும். நான் இந்த பாட்டு கேட்டு இவங்க இது தானே காவியா. ஓகே, ஸோ இது அந்த 2 படம் 3 தெய்வங்கள் மற்றும் சாது மிரண்டா. நல்லா இருக்கும் பாருங்கள். ஸோ கேஸ் நம்ம இன்னொரு வீடியோவில் இன்னொரு அருமையான நம்ம பார்க்கலாம். சொசைட்டி ஆஃப்